ഹലോ മാം. ഹലോ. മ്യൂട്ടായി. മ്യൂട്ടായിരുന്നോ? ഹലോ. പറഞ്ഞോളൂ മാം. കേക്കാമോ? കേക്കാം. ഞാൻ സുജാതയാണ്, മാവേലിക്കരയിൽ നിന്ന്. ഓക്കെ മാം. ഞാൻ ഏപ്രിൽ അതിനു മുമ്പ് ഒരു മാർച്ച് മാസം മുതലേ സാറിന്റെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ചെറിയൊരു ഇതിലൊക്കെ ഒരു ആകാംക്ഷ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഏപ്രിൽ 28 മുതൽ. പിന്നെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ 2020 അത് ഞാൻ ചേർന്നു. എന്താ ഇടയ്ക്ക് എന്റെ മനസ്സ് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോകാറുണ്ട്. പക്ഷേ ഈ പിന്നെ എന്റെ ഒരു വീട് പ്രോപ്പർട്ടി വിൽക്കുന്നതിനെ പറ്റിയാണ് എനിക്ക് കൂടുതലായിട്ടൊരു അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമെന്ന് വേണം പറയാൻ. അപ്പം പക്ഷെ അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടൊക്കെയാ പറഞ്ഞത്. നേരത്തെയൊക്കെ ആണെങ്കിൽ വീട് കാണാൻ ആളുകൾ വരും, പക്ഷെ അവർ വന്നിട്ടങ്ങ് പോകും, വിലയൊന്നും പറയത്തില്ല, ഇങ്ങനെ ആയിരുന്നു. ഇപ്പൊ നിലവിലൊരു 1-2 പാർട്ടി നിൽപ്പുണ്ടെങ്കിൽ അവരാരും ഒന്നും അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾക്ക് അപ്പൊ അതെനിക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്താ ഈ മെഡിറ്റേഷനൊക്കെ ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ടുള്ള ആ ഒരു സാറിന്റെ ഒരു മെഡിറ്റേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം 2020 കയറി. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ഗ്രാഹ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കയറി കഴിഞ്ഞപ്പോഴാണ് കുറേശ്ശായിട്ട് മനസ്സിലാക്കുന്ന എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളും ഒക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അങ്ങനെ ഞാൻ പല പ്രാവശ്യം വിചാരിച്ചു സാറിനോടൊന്നും ഇങ്ങനെ സംസാരിക്കും. പക്ഷെ സംസാരിക്കാൻ പോലും ഒരു മെന്റലി ഒരു ധൈര്യം കിട്ടുന്നില്ല. എന്താണോന്ന് അറിയത്തില്ല, സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ഫോണിന്റെ എല്ലാ പരിപാടികളൊന്നും അത്രാണ്ട് അറിയത്തില്ല. പിന്നെ കൊച്ചുമക്കളോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കി ഇന്ന പോലെ കാണുന്നല്ല. പക്ഷെ അപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് മാഡത്തിനോട് സംസാരിക്കുന്നത്. പക്ഷെ ഇന്നലത്തെ ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ നല്ലതായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചൊക്കെ. പക്ഷെ ഇടയ്ക്ക് അപ്പോഴും എന്റെ ശ്രദ്ധ എന്തിലോട്ടൊക്കെ 1-2 വട്ടമൊക്കെ പോവുകയൊക്കെ ചെയ്തു. ഒന്നില് മോന്റെ കാര്യം, മോളുടെ കാര്യം, ഇങ്ങനെയൊക്കെ എല്ലാം മനസ്സിലോട്ട് കയറി. ഇവിടല്ല, അത് മറ്റുള്ള ആയിരിക്കും. അപ്പം അങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ ഒന്നീ മകന്റെ ജോലിക്കാര്യം അല്ലെങ്കിൽ വേറെ ഒരു ബന്ധവും ഇല്ലാത്തവരുടെ കാര്യങ്ങളൊക്കെ കയറി 1-2 പ്രാവശ്യം ഇന്നലെ 2020 ചെയ്തുകൊണ്ടിരുന്നപ്പോ വന്നു. പക്ഷെ ലാസ്റ്റിൽ പ്രാർത്ഥനാ സമയത്തൊക്കെ ശരിക്കും ഒരു സങ്കടാവസ്ഥയായിരുന്നു. ശരിക്കും അതൊക്കെ സങ്കടം മാറിക്കോളും മാം. ഇപ്പൊ ഇന്നലെ ഒരു ദിവസമല്ല, ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. സാറ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ശ്രദ്ധിച്ച് മെഡിറ്റേഷൻ ചെയ്യുക. നമുക്ക് ചിന്തകളൊക്കെ ഇടയ്ക്ക് മാറിപ്പോകും. അത് ബോധപൂർവം തന്നെ നമ്മൾ അത് മാറ്റിയിട്ട് നമ്മൾ ആ സാറ് ഇടുന്ന മ്യൂസിക്കിലോട്ട് ശ്രദ്ധിക്കുക. അതിന് മുന്നേ നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളതെല്ലാം എഴുതി വെക്കുമല്ലോ. എന്നിട്ട് അത് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാൻ പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഗുഡ് ഈവനിങ് സർ. മാഡം, എന്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ അഫർമേഷൻ ഇങ്ങനെ എഴുതാൻ പറയുമല്ലോ, നമ്മുടെ ആഗ്രഹം എഴുതുക, പിന്നെ അതിന് നന്ദി പറയുക, പിന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ അത് നമ്മൾ എന്നും ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കണോ? ഇതിപ്പോ ഇന്നലെ സാറ് മെഡിറ്റേഷനിൽ പറഞ്ഞത്, ഇന്നലെ ഈ 3 ദിവസം നമ്മൾ മെഡിറ്റേഷനിൽ എഴുതി വെക്കുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾക്ക് എന്ത് കാര്യം നടക്കണമെങ്കിലും അത് നടക്കുന്നത് വരെയും നമുക്ക് എഴുതി വെക്കാം. അതിന് ഒരു തടസ്സവും ഇല്ല. അത് പോസിറ്റീവായിട്ട് തന്നെ എഴുതണം എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുക. ആദ്യം ഇങ്ങനെ നമുക്ക് ആഗ്രഹം എഴുതുക, പിന്നെ നമ്മൾ സാധിച്ചതായിട്ട് അങ്ങനെ എഴുതണല്ലേ? പിന്നാണ് സാർ 2-3 ഈ 1 to 1 to പിന്നെ കല്ലിന്റേത്, ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുന്നത് ഓരോന്നും ചെയ്യുമ്പോൾ അത് മനസ്സിരുത്തി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കല്ല് മനസ്സിൽ വിചാരിച്ച് കല്ലെടുത്ത് കയ്യിൽ വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ നടക്കേണ്ട ആവശ്യങ്ങൾ പറഞ്ഞ് ഉറങ്ങുന്നിടത്ത് കൊണ്ടുവന്ന് വെക്കാം. അതൊക്കെ സാറ് ക്ലാസ്സിൽ പറഞ്ഞു. അതെന്നും ചെയ്യും. അതെ ചെയ്യും. എന്റെ സംശയം എല്ലാം മാഡത്തിനോട് അങ്ങ് ചോദിച്ചതാ. ഒരു കുഴപ്പമില്ല. താങ്ക് യു മാം. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കാണോ? ഞാൻ പറയാൻ തന്നെ, ഇതിന് ശേഷം എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര ഒരു മസിൽ പിടിച്ച ഒരു സ്വഭാവമാണ്. പക്ഷെ അതിനൊക്കെ പുള്ളിക്ക് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് മാം അങ്ങനെ ചിന്തിച്ചാൽ മതി. മാം പുള്ളി ദേഷ്യം പിടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും മാം ചിന്തിക്കാൻ പോകണ്ട. അതൊക്കെ നോർമലി എല്ലാം ഈ മെഡിറ്റേഷനിലൂടെ ഒക്കെ ചെയ്തു വരുമ്പോൾ അതെല്ലാം മാറിക്കോളും. സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ദേഷ്യം ഉണ്ടെങ്കിലും ശരി, പുള്ളി ഒന്നും കൈവിട്ട് കളിക്കാത്ത ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്.
അപ്പൊ അതിനൊക്കെ ഒരു എന്തൊക്കെ ഒരു ചെറിയ രീതിയിലൊരു നമ്മൾ പറയുന്ന അങ്ങ് കുറച്ചൊക്കെ അംഗീകരിക്കുന്നതിലേക്ക് വന്നിട്ടുണ്ട് ഇതിന് ശേഷം. നല്ല കാര്യം. അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇനി ആർക്കാണ് സംസാരിക്കുന്നത്? സംസാരിച്ചു. ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ സമാധാന ആ ക്ലാസ്സിൽ കയറിയായിരുന്നു. പറയാറായിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കയറി വെക്കുന്നത്. അത് കഴിഞ്ഞിപ്പോ രണ്ടാമത്തെയാണ് ഈ 2020 കയറുന്നത്. ഇതൊന്നും പ്രത്യേകിച്ചൊന്നും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് ഇങ്ങനെ ഇതിൽ കൂടെ ഒന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്റേത്. അപ്പം ഇനി ഞാൻ മറ്റേ വലിയ ക്ലാസ്സിൽ കയറുമ്പോ സാറ് തന്നെ ചോദിക്കുമെന്ന് പറയുന്നുണ്ട് ഓരോരുത്തരോട്. അപ്പൊ പറയാമെന്ന് വിചാരിച്ചാണ് മക്കളെ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാ പോരെ? മതി. മാം പറഞ്ഞത് ഫുള്ളായിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. അതെയോ? കുറച്ചുകൂടെ ഉറക്കെ ഒന്ന് പറയാമോ? പറയാം. ഇപ്പൊ തൊണ്ടയ്ക്ക് ഇന്ന് നാരായണീയം ഉണ്ടായിരുന്നേ. അപ്പൊ തൊണ്ടയ്ക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ രാമായണ സത്രം നടക്കുക നമ്മുടെ ആലുവയില് കണ്ണോത്തമ്പലത്തിൽ എന്ന് പറയും. അവിടെ അന്ന് 1008 പേരുടെ നാരായണീയായിരുന്നു. അപ്പൊ അതിന് പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് മക്കളുടെ ഒക്കെ. അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ എല്ലാം പോസിറ്റീവായിട്ട്, എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കും. സാറിന്റെ ബുക്കുകളൊക്കെ മേടിച്ചിട്ടുണ്ടോ? ഇല്ല, മേടിച്ചിട്ടില്ല മക്കളെ. അത് ഇച്ചിരി സാമ്പത്തിക ഇച്ചിരി ബുദ്ധിമുട്ട്. 2 ക്ലാസ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സാറിന്റെ ഒരു മനസ്സൊരു വിസ്മയം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് മാം. അതൊന്ന് അത് മേടിക്കാം. പിന്നെ ഈ മെഡിറ്റേഷനിൽ അതിൽ എങ്ങനെയാണ് മക്കളെ കയറുന്നത്? അത് പൈസ കെട്ടിയിട്ട് വേണം കയറാനല്ലേ? ഞാൻ ഇതുവരെ അതെ. അത് അഡ്മിന്മാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. പ്രവിതയുടെ നമ്പർ ഉണ്ട് എന്റെ കയ്യില്. ഓക്കെ, അതിൽ വിളിച്ചാൽ മതി. ഓ ശരി, പറഞ്ഞായിരുന്നു എന്നോട്. അപ്പൊ അത് ഇച്ചിരി അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഈ 2020 വന്നത്. അപ്പൊ അത് കാരണം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് എന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. തീർച്ചയായിട്ടും അത് ഡെയിലി മെഡിറ്റേഷൻ ആണ്. മറ്റേത് ഇത് 3 പൈസക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വെച്ചാൽ പുസ്തകവും മേടിച്ചോളാം ഞാൻ. ഓക്കെ, ബുദ്ധിമുട്ടുകളെല്ലാം കേട്ടോ. പിന്നെ ഏതാണ്ട് 108 ഇതുള്ളത് അപ്രിമേഷനുള്ളത് ആ ഒരു പുസ്തകവും വേണം എനിക്ക്. ഓക്കെ. ശരി മക്കൾ, ശരി. അപ്പൊ അത് ഞാൻ മോഡൽ ചെയ്താൽ മതി കേട്ടോ. ഹലോ മാം, എന്തോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് എന്താണ് പേര്? എന്റെ പേര് ശില്പ. ഓക്കെ. ഞാൻ ഇന്ന് മാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ 3 വട്ടം അത് ഒരു പേജിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കണ്ടന്റ് തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞിട്ടെ. അത് ഒരു പേജിൽ തന്നെയാണോ 3 വട്ടം എഴുതേണ്ടത്? അതെ, എഴുതിക്കോ. അഫർമേഷൻ എഴുതാനല്ലേ? അതെ. എഴുതിക്കോ. നമ്പർ ഇട്ടിട്ടൊന്നും വേണ്ടല്ലോ? വേണമെന്നില്ല. ഇനി ഇടണം മാമിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിലൊന്നുമില്ല. വൃത്തിയായിട്ട് എഴുതുക, തെറ്റില്ലാതെ എഴുതുക. നമ്മള് മനസ്സിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുക. അതായത് നമ്മളത് നടന്നു എന്ന് വിചാരിച്ച് തന്നെ അത് എഴുതുക. പറഞ്ഞ് എഴുതിക്കോളൂ. അത് ശരി. ഫോണിൽ നോക്കിയിട്ട് അത് അങ്ങനെ എഴുതിയാ പോരെ? എന്തോ? അതെ, എനിക്ക് മെസ്സേജ് എഴുതി തന്നിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് അതിൽ നോക്കിയിട്ട് എഴുതാലോ? ആദ്യം നോക്കി എഴുതും. അപ്പൊ ഒന്ന് പറഞ്ഞെഴുതിക്കോ. അപ്പൊ നമ്മുടെ മനസ്സിൽ അതൊന്നുകൂടെ പതിയുമല്ലോ. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഓപ്പോസിറ്റുള്ള ആള് നെഗറ്റീവ്സ് പറയുകയാണെങ്കിലേ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടമല്ല അത് കേൾക്കാനേ. അപ്പൊ നമ്മൾ മനസ്സിൽ എന്താ വിചാരിക്കണ്ടേ? അതിനെ ക്യാൻസൽ ചെയ്യുക, അത്ര തന്നെ. നമ്മൾ അതിനെ അകത്തോട്ട് എടുക്കണ്ട. ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പം അവര് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് മാറിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അത് ഉള്ളിലോട്ട് നമ്മൾ എടുക്കണ്ട. അത് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക, അത്ര തന്നെ. അല്ല, മൈൻഡിൽ എന്തെങ്കിലും പറയണോ? അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ പറഞ്ഞോളൂ. അത് വലിയ നല്ലൊരു കാര്യമാണ്. പറഞ്ഞോളൂ. ക്യാൻസൽ എന്നാണോ പറയണ്ടേ? അത് ക്യാൻസൽ എന്ന് പറഞ്ഞു മാമിന്റെ ആ, മനസ്സിലോട്ട് എടുക്കുകയോ വേണ്ട. അത് ജസ്റ്റ് നമ്മൾ കേട്ടു. നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് മാറിപ്പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അതെ. താങ്ക് യു. ഹലോ. ലേഖയാ? ഹലോ, ലേഖയാ? പറഞ്ഞോ മാം. ഹലോ, കേക്കാം മാം, പറഞ്ഞോ. കേക്കാവോ? കേക്കാം മാം, പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. ലേഖയാ? പിന്നെ സാറ്, മാം, പിന്നെ ഞാൻ പുസ്തകം ഇതിലുണ്ട്. അത് ഓരോന്നും എഴുതി നമ്മളിങ്ങനെ അഫർമേഷൻ എഴുതണോ? നമ്മൾ ബുക്കിനകത്ത് എഴുതണോ?
സാറിന്റെ പുസ്തകത്തിൽ അഫർമേഷൻസ് ആണോ മാം ആ ചോദിക്കുന്നത്? ആ ആ, അതെ അതെ അത് മൊത്തവും എഴുതണ്ട. മാമിന് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതില് ഒരുപാട് കാര്യങ്ങളുടെ അഫർമേഷൻസ് ഉണ്ട്. ഉണ്ട്. അപ്പൊ അതിൽ ആ വേണ്ടത് മാം എടുത്ത് എഴുതിയാൽ മതി. അതെല്ലാം അതെ കൂടെ ആ അത് ആ അതിനകത്ത് നിന്നൊന്ന് എഴുതുക. അത് ദിവസവും പറയാൻ ശ്രമിക്കുക. ആ അല്ല എല്ലാം വായിക്കണ്ടല്ലോ, എപ്പോഴും എപ്പോഴും വായിക്കണോ? ഞാൻ അത് എപ്പോഴും എപ്പോഴും വായിക്കും. വായിക്കുന്ന നല്ലതാണ്. ഇപ്പൊ മാമിന് എന്തുവാണ് നമുക്കിപ്പോ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ മകന്റെ ജോലിക്കുള്ളത് ഒക്കെയാ, എനിക്കതാ മെയിനാ. സന്തോഷത്തിന് വേണ്ടിയിട്ട്, സമൃദ്ധിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാത്തിനും ഉള്ള അഫർമേഷൻസ് അതിനകത്തുണ്ട്. ജോലിയുടെ എല്ലാം ഉണ്ടല്ലോ. ആ ഉണ്ട് ഉണ്ട്. എല്ലാം 108 അഫർമേഷൻസ് വെച്ചുണ്ട് അതില്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം മാമിന് വേണ്ടുന്നത് എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുത്ത് എഴുതിക്കോ, അതായിരിക്കും നല്ലത്. എല്ലാത്തിനും ഓരോന്ന് എടുത്തത്. പിന്നെ മോന്റെ ഇത് ജോലി ശരിയാവാൻ വേണ്ടിയാ മോനെ, അതിനു വേണ്ടിയാ ഇപ്പൊ ഞാൻ ഈ മെഡിറ്റേഷൻ 2020 മെഡിറ്റേഷനകത്തുണ്ട്. ഓ, അപ്പൊ അതിനകത്ത് എഴുതുന്നുണ്ടല്ലോ, സാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മെഡിറ്റേഷനിൽ. അത് ആവർത്തിക്കണം, ഞാൻ എഴുതണം അത് എപ്പോഴും. ഓക്കെ. അല്ലാത്ത രാവിലത്തെ മെഡിറ്റേഷൻ ഉണ്ടോ മാം? ഉണ്ട്. രാവിലത്തെ മെഡിറ്റേഷൻ ഞാനില്ല, എല്ലാ മെഡിറ്റേഷൻ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്, ഞാൻ അത് കേൾക്കുന്നുണ്ട്, അതെന്നും രാവിലെ ചെയ്യുന്നുണ്ട്. വോയിസ് ഉണ്ടല്ലോ, വോയിസ് ഇട്ട് തന്നിട്ടുണ്ട് രാധിക മാം. അത് ഞാൻ പ്രസിദ്ധമായിട്ട് തന്നത്, അത് ഞാൻ കേൾക്കുന്നുണ്ട് എന്നും രാവിലെ അത് കേൾക്കുന്നുണ്ട്. പിന്നെ ഇത് എഴുതി വെക്കണം, ഇത് ദിവസവും എഴുതണം നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, മോന്റെ നമ്മൾ ആവശ്യമുള്ളത്. എഴുതിക്കോ, എഴുതണം. അതെ, നമ്മൾ എത്ര ഒന്നുമില്ലല്ലോ, എത്ര വേണേലും എഴുതാമല്ലോ. അതെ. ആ പിന്നെ ഓരോ ടെക്നിക്കുകൾ, സാറിന്റെ ഓരോ ക്ലാസ്സുകളിലും ഓരോ ടെക്നിക്കുകൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. പല ടെക്നിക്കുകൾ സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം വേണമെങ്കിലും മാമിനെ ഫോളോ ചെയ്യാം. ഓക്കെ. ബുക്കിനകത്ത് തന്നെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരുപാട് അതിനകത്ത് എല്ലാം ഉണ്ട്. ഉണ്ട്. ഇനി ഞാൻ ഇനി ഏതാ വാങ്ങിക്കേണ്ട ബുക്ക് അത്യാവശ്യമുള്ളത് എനിക്ക് ഇനി? മാമിന്റെ കയ്യിൽ മനസ്സൊരു വിസ്മയമുണ്ടോ? ഇല്ല, അത് വാങ്ങിക്കണം ഇനി. അത് ഒരെണ്ണം മേടിക്കുക. പിന്നെ ജീവിത വിജയത്തിന്റെ രഹസ്യം, എല്ലാം നല്ല ബുക്കുകളാണ്. അതല്ല, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഒക്കെ പോയി നമ്മൾ നല്ലതാവുന്നത്. ഇപ്പൊ എനിക്ക് കുറെ മാറ്റങ്ങളുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങളില്ല, നമ്മൾ പൊതുവായിട്ടുള്ള എന്തായാലും മാം മേടിക്കുക. പൊതുവായിട്ട് എല്ലാവരുടെ ഒരു സ്നേഹവും ഒരുപാട് പരിപാലനയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ ബുക്ക് കണ്ടോ, ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും. ശുഭചിന്തകളും ആകണ്ട്. അതെ, ഇതിനകത്ത് ഒരു 105 ഗുണപാഠ കഥകളാണ്. അത് ഓരോന്നും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്നുള്ളത്. അതെ അതെ. എല്ലാത്തും പറഞ്ഞ നന്ദി. താങ്ക് യു മാം. താങ്ക് യു. ഹലോ ഞാൻ ഞാൻ കുറച്ച് ദിവസമായി ഈ ക്ലാസ്സിൽ കയറാത്തത് പനിയായിരുന്നു. പെട്ടെന്ന് സാറിനോട് മനസ്സൊരു വിസ്മയം എന്ന ബുക്ക് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പനിയും വിറയലും വന്നു. അത് മുതൽ ഇങ്ങോട്ട് ഇന്നലെ രാത്രി ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തില്ല. സാറ് പറയുന്നത് കേട്ടു, പക്ഷെ എനിക്കൊന്നും തലക്ക് എന്തോ ഒരു പ്രോബ്ലം. ഹലോ, ഇപ്പോഴും ആ ക്ഷീണമുണ്ട്. പക്ഷെ പിന്നെ കണ്ട മുതൽക്ക് എനിക്കൊന്ന് ഇപ്പം കേൾക്കുന്നില്ല മാഡം. ഞാൻ നല്ല വളരെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ റേഞ്ചിന്റെ ലേശൊരു പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. 2 ദിവസം മുന്നേ ഞാൻ ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തിരുന്നു. സാറോട് അത് ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ അഫർമേഷൻ്റെ അകത്ത് എനിക്കിപ്പൊ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് വായിച്ച് അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒന്നും കേൾക്കുന്നില്ല. മാഡത്തിന്റെ റേഞ്ച്. ഹലോ പറഞ്ഞോളൂ. ഞാന് കേൾക്കുന്നുണ്ടോ? ഞാൻ ദുബായിലാണ്. എന്റെ പേര് ഗീത. ഞാന് ദുബായിലാണ്. ഞാൻ 2 ദിവസമായിട്ടേ ഉള്ളൂ ഇതിലേക്ക് വന്നിട്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ബുക്സ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ദുബായില്? ബുക്സ് കിട്ടാൻ അത് സാറുമായിട്ട് ചോദിച്ചിട്ട് പറയാം മാം. ഇതിനകത്ത് അഡ്മിന്മാരുടെ നമ്പർ ഉണ്ട്. മാമിന് അതിൽ മെസ്സേജ് അയച്ചാലും മതിയാവും. ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് മാം. ദുബായിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയാം. ഞാൻ 2 ദിവസമായിട്ടേ ഉള്ളൂ വന്നിട്ട്. ഹലോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഞാൻ ഒരു ദിവസം രാവിലെയാണ് മെഡിറ്റേഷന് വന്നത്. ഒരു ദിവസം, ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന്. ഇന്നില്ലല്ലോ, ഇന്നലെ രാവിലെ. സൺഡേ ഇല്ല. ഡെയിലി മെഡിറ്റേഷൻ അല്ലേ?
മെഡിറ്റേഷൻ രാവിലെ 5 മണിക്ക്, അവിടുത്തെ 5:30ക്കുള്ള, ഇവിടെ 3-4 മണിയാണ്. അതെ. അപ്പൊ ഒരു ദിവസം മെഡിറ്റേഷൻ ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞ് എന്റെ മോന് ഈ ബ്ലഡില് എന്താ ബിൽറൂബിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് കൂടുതലായിരുന്നേ. അപ്പൊ കുറച്ചായിട്ട് അവന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു, അത് മാറിയിരുന്നു. പിന്നെ ഇപ്പൊ 2 ദിവസം മുമ്പ് അവന്റെ കണ്ണൊക്കെ മഞ്ഞ വന്നു. അങ്ങനെ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, സാറ് പറഞ്ഞ ആ രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ബ്ലഡ് പോസിറ്റീവ് ആവരുത്, നെഗറ്റീവ് ആവണമെന്ന്. പക്ഷെ അത് നെഗറ്റീവ് ആയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര, ഒറ്റ ദിവസം ഞാൻ ഇരുന്നിട്ടുള്ളായിരുന്നു. ഇത് തുടർന്നോളൂ മാം, ഡെയിലിയുള്ള മെഡിറ്റേഷൻ. സാറിന്റെ ഇനിയിപ്പോ സാറിന്റെ പുതിയൊരു കോഴ്സും വരുന്നുണ്ട്. അതിലും കൂടെ മാമിന് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് എപ്പോഴാണ്? അത് 10-ാം തീയതി ഒക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഈ അഡ്മിനെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി മാം. വിളിക്കാൻ പറ്റിയില്ല മെസ്സേജ് ഇട്ടാലും മതി, അവർ പറഞ്ഞുതരും, ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ബുക്സ് കിട്ടണം. എല്ലാരും ഇങ്ങനെ പറയുമ്പോ എനിക്ക് ബുക്ക് വായിക്കണം അങ്ങനെ തോന്നല്. ഫസ്റ്റ് സാറിന്റെ മനസ്സൊരു വിസ്മയം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ഇതാണ്. വായിച്ചു തുടങ്ങി. അത് വാങ്ങിക്കാം. താങ്ക് യു മാം. ഹലോ മാഡം. ഹലോ മാഡം, ഞാൻ എല്ലാ ബുക്കും വാങ്ങിയിട്ട് ഇങ്ങനെ പഠിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ എനിക്ക് ഇങ്ങനെ അസുഖം പെട്ടെന്ന് വന്നത് കാരണം ഞാൻ മീറ്റിംഗിൽ കയറാനും എനിക്ക് വിഷമം വന്ന്. അപ്പൊ ഇപ്പം ലേശം പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്കിൽ ഞാനൊന്നും മെഡിറ്റേഷന് പൈസ ഒന്നും അയച്ചിട്ടില്ല. ലേശം ക്യാഷിന്റെ പ്രോബ്ലം ഉണ്ട്. മോൻ മാത്രം പണിക്ക് പോണതാണ്, അതുകൊണ്ട് ഓന് ഇടയ്ക്ക് പണിയുണ്ട്. ഇല്ല, ഞാൻ സാറോട് അത് എനിക്ക് മെഡിറ്റേഷനിൽ കാരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം ഒന്നും സാധിക്കില്ല മാഡം. ഞാൻ കുറച്ചും കൂടി അങ്ങോട്ടായിട്ട് ഞാൻ സാറിന്റെ എല്ലാത്തിലും ബുക്ക് വായിച്ച് ബൈഹാർട്ട് ആക്കി വെക്കുന്നുണ്ട്. ഓരോന്നും വായിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് വായിച്ച് എന്റെ മനസ്സിലിങ്ങനെ പിടിച്ച മാതിരിയായ അന്ന് അപ്പോഴാണ് എനിക്ക് ഈ പനിയും വിറയലും ഇതൊക്കെ വന്നത്. ഇനി ഞാൻ ഈ ക്ലാസ്സിലും കൂടി കയറിയാലും ഞാൻ രക്ഷപ്പെടും എന്ന് എനിക്ക് നല്ല പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരിക്കലും വിടുന്നില്ല. ഒരു ഭക്ഷണം പാകം ചെയ്യേണ്ട സമയം മാത്രമാണ് ഞാൻ എല്ലാം പണിയെല്ലാം തീർത്ത് ഉടനെ വന്ന് വീട്ടില് ഞാൻ ഒറ്റക്കിരുന്ന് എല്ലാ ബുക്കും വായിച്ച്, അല്ലാതെ സാറ് പറയുന്ന ഇത് യൂട്യൂബിന്റെ അകത്ത് ഓരോന്നും കണ്ട് അതും നോക്കുന്നുണ്ട്. ഇനി രക്ഷപ്പെടാൻ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. സാറിനെ കണ്ട മുതൽക്ക് ലേശം സമാധാനത്തിലാണ്. സമാധാനം ഇല്ലായിരുന്നിട്ട് ഇപ്പൊ സാറിനെ കണ്ട മുതൽക്ക് ഇങ്ങോട്ടും ഒരു ദിവസം പോലും ഇതിൽ കയറാൻ പറ്റാണ്ട് കയറണം എന്നുള്ള വിചാരം. പക്ഷെ പൈസയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് കയറാത്തത്, മെഡിറ്റേഷനിൽ കയറാത്തത്. മെഡിറ്റേഷനിൽ കയറണം എന്ന് മനസ്സുകൊണ്ട് നന്നായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കും മാം. പൈസയൊക്കെ വന്നോളൂ അതിനുള്ളത്. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും വരും. പിന്നെ ഇപ്പം യൂട്യൂബിലും സാറിന്റെ മെഡിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ. അതെത്ര മണിക്കാ മാഡം? അതല്ല, യൂട്യൂബ് ഇപ്പം ഇന്നത്തെ എല്ലാ ദിവസവും സാറ് രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണാറുണ്ടോ യൂട്യൂബില്? ഞാൻ 5 മണിക്ക് ഒരു മെഡിറ്റേഷനിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഈ 2020 മെഡിറ്റേഷന്റെ കാര്യമാണോ മാം പറയുന്നത്? അത് ഞാൻ കണ്ടിട്ടില്ല മാഡം ഇതുവരെ. അടുത്ത പ്രാവശ്യത്തേന് ചെയ്യാം. ആയിക്കോട്ടെ. താങ്ക് യു മാഡം. താങ്ക് യു. ഹലോ മാം, ഞാൻ ശ്രീനയാണ് എന്റെ പേര്. നിലമ്പൂര് എന്ന സ്ഥലത്താണ്. ഞാൻ സാറിന്റെ ഈ യൂട്യൂബ് വഴിയാണ് കണ്ടിട്ടുള്ളത്. സാറിന്റെ ഈ മെഡിറ്റേഷനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പൊ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനൊരു ലിങ്ക്, ഇത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഡ്മിനെ വിളിച്ചപ്പോഴാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേയ്മെന്റ് അഡ്വാൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അഡ്വാൻസ് ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ല, ഇത് ജീവിത വിജയം എന്ന് പറഞ്ഞുകൊണ്ടൊരു കോഴ്സ് തുടങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ അഡ്മിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനകത്തേക്ക് ഈ ഗ്രൂപ്പില് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഞാൻ മെഡിറ്റേഷനോ കാര്യങ്ങളോ ചെയ്തില്ല. പക്ഷെ സാറിന്റെ ക്ലാസ്സുകൾ ഞാനിപ്പം ഒരു 2 മാസമായിട്ടും മിക്കവാറും ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കാണുന്നുണ്ട് ഓരോന്ന്. പക്ഷെ നമുക്ക് ഇതിന്റെ അടിത്തറ തൊട്ട് തുടങ്ങിയെങ്കിൽ മാത്രമല്ലേ അത് വിജയത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല. ഞാൻ 2 പ്രാവശ്യം അഡ്മിനെ വിളിച്ചിരുന്നു. അപ്പോ പറഞ്ഞത് ഇങ്ങനെ ക്ലാസ് വരുന്നുണ്ട്, അതിലേക്ക് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ചെയ്തു, ഗ്രൂപ്പ് ഇങ്ങനെ സ്റ്റാർട്ടാക്കി ഇട്ടു. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്താ പറയാ,
അറിയില്ല. പക്ഷെ നമുക്ക് ചെയ്യല് അനിവാര്യമാണ്. ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ രാവിലെ സാറിന്റെ മെഡിറ്റേഷനിൽ വരാൻ പറ്റുമെങ്കിൽ അതിനും കൂടെ ജോയിൻ ചെയ്താൽ നല്ലതാണ്. അതെങ്ങനെയാണ് കേറുന്നത്? യൂട്യൂബിൽ ലിങ്ക് യൂട്യൂബിലല്ല, സാറ് ലൈവായിട്ട് വന്നിട്ട് എന്നും നമുക്ക് ഇവിടുത്തെ 5:30 നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും അതെങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്. നമ്മളുടെ യൂട്യൂബ് തുറന്നാ മതിയോ? നമ്മൾ യൂട്യൂബ് അല്ല മാഡം, അല്ല, നമ്മള് ഈ അഡ്മിനെ ബന്ധപ്പെട്ടാൽ മതി, അവര് പറയും അതിന്റെ ഡീറ്റെയിൽസ്. ആണോ? അത് വലിയ എമൗണ്ട് ഒന്നും ഇല്ല മെഡിറ്റേഷന്. ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ അഡ്മിനെ വിളിച്ചിട്ട് ചോദിച്ചോളാം. പിന്നെ ഈ കോഴ്സും കൂടെ ചെയ്താൽ മതി, അപ്പോഴത്തേക്കിനും മാമിന് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവും. സാർ അതുപോലെയാണ് ഇപ്പോഴത്തെ പുതിയ കോഴ്സ്. ഒരുപാട് എന്താ പറയാ, നമുക്ക് എന്നും കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു ജോലി ചെയ്താൽ അത് വിജയിക്കില്ല. എല്ലാം കൊണ്ടും തടസ്സമാണ്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു എന്താ പറയാ, എന്റെ സ്വന്തം കടയല്ല, വീട്ടിലെ വീട് വെച്ചതും എല്ലാം കൂടെ ആയിട്ട് ഏകദേശം ഒരു 10-12 ലക്ഷം രൂപ കട ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കതൊരു എന്താ പറയാ, നമ്മുടെ ജീവിതത്തിലൊരു സമാധാനം, സന്തോഷം ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഈ ക്ലാസ് കേട്ടപ്പോ വളരെ ഇഷ്ടമായി. അപ്പൊ ഇത് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു എന്താ പറയാ, നമുക്ക് എങ്ങനെ ഇത് തുടങ്ങണം എന്നുള്ളതിന്റെ ഒരു ചിന്ത ആണ് നമ്മളെ. അത് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നമ്മള് ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നു തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ മാം പറഞ്ഞതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെ ഒന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ അത് പറ്റത്തില്ല അങ്ങനെ പറയാതെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും പെതിയെ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു രീതിയിൽ വന്നോളൂ. നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പാടില്ല. അതിനെയും കൂടെ നമ്മളൊന്ന് മാറ്റണം. കേൾക്കുന്നുണ്ടോ മാം? ഓക്കെ, താങ്ക് യു സർ. ഹലോ മാഡം. ഹലോ, താങ്ക് യു ആശ, താങ്ക് യു വെരി മച്ച്. കുറെ നേരമായി നിങ്ങൾ സംസാരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. താങ്ക് യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ഓൾ. ഗുഡ് ഈവനിങ് സാർ. ആശ മാമിന്റെ സംസാരം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ആശമാമിന്റെ സംസാരം ഇഷ്ടപ്പെട്ടു? എല്ലാവരും ഒന്ന് ഒരു ലവ് കൊടുത്തേ. എല്ലാവരും ലവ് കൊടുത്തേ. നിങ്ങളുടെ കയ്യിൽ കണ്ടീഷൻസ് ഇല്ലാതെ കൊടുക്കുന്ന സംസാരം വിട്ട് ആക്ഷൻ കൊടുത്തു. ലവ് ലവ് ലവ്. യെസ്, കമാൺ കമാൺ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ആളെയും നമ്മൾക്ക് ഹൃദയത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള സാധനം എന്താണ്? സ്നേഹം. സ്നേഹം ഇങ്ങനെ കുറച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ വീണ്ടും സംസാരിക്കാൻ ഇതുപോലെ നമ്മള് ആൾക്കാരുണ്ടാവും. അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. സ്നേഹമേ കൊടുക്കാവൂ, ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. ഓക്കെ, താങ്ക് യു ആശ, വെരി മച്ച്, വെൽ ഡൺ, വെരി ഗുഡ്, താങ്ക് യു. പുറത്തു പോയിരുന്നു, അതുകൊണ്ട് വരാൻ ഇച്ചിരി വണ്ടി ട്രാഫിക്കിന്റെ ഇടയിൽ എത്താൻ ലേറ്റ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു. എല്ലാവരും നല്ല കുറച്ച് സംശയങ്ങളും ചോദിച്ചു, കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. സന്തോഷം, എല്ലാവരുടെയും വാക്കുകൾ കേട്ടതിൽ സന്തോഷം. ആ ലാസ്റ്റ് പറഞ്ഞ ഒരാളുടെ ഒരു കൺഫ്യൂഷൻസ് ആദ്യം തീർത്തിട്ട് പോകാം. എങ്ങനെയാണ് ക്ലാസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ അഡ്മിൻ വിളിച്ചു. പിന്നെ അഡ്മിൻ വിളിച്ച് മെഡിറ്റേഷന്റെ കാര്യങ്ങൾ സംസാരിച്ചോളൂ. ഡെയിലി മെഡിറ്റേഷൻ ഉണ്ട്, അത് പറഞ്ഞു പോവാം ഞാനിന്ന്. നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ രാവിലെ അതിപ്പോ എന്റെ ക്ലാസിന്റെ ഭാഗമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സും. എന്നാലും പറഞ്ഞു പോയപ്പോ നമ്മൾ രാവിലെ 5:30 മണിക്കാണ് ഫസ്റ്റ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മുമ്പേ പേര് തന്ന് മന്ത്ലി 444 രൂപ ആണ് ഇതിന്റെ ഫീസ് ഉള്ളത്. ഇയർലി ആണെങ്കിൽ 4,444 രൂപ അടച്ചാൽ മതി. 6 മന്തിലേക്കാണ് 2,500 രൂപ അടച്ചാൽ മതി. എല്ലാ ദിവസവും സൺഡേ ഒഴിച്ച്, സൺഡേ ഫ്രീ ഇല്ല, മെഡിറ്റേഷന്റെ 2 ഉറങ്ങേണ്ട ദിവസമായിട്ട് വിട്ടു നിൽക്കുക. ബാക്കി എല്ലാ ദിവസവും കൃത്യം 5:30 മണിക്ക് ഉണ്ട്. ഇന്ത്യൻ സമയം 5:30 മണിക്ക്. ഇപ്പോൾ 4 മണിക്ക് ഞാൻ ഉള്ള UAE-യിലായതുകൊണ്ട് എന്റെ UAE സമയം 4 മണിക്കാണ് തുടങ്ങാം. അപ്പൊ അതിനു മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയി വന്ന് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും എല്ലാ ദിവസവും. പിന്നെ നമുക്ക് രണ്ടാമത്തെ മെഡിറ്റേഷൻ ഉള്ളത് അപ്പോൾ തന്നെ സമയം ഇന്ത്യൻ സമയം 8:30 മണിക്കാണ്. ഇത് കുറച്ച് പേരേ ഉള്ളൂ, കാരണം ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പിന്നെ കുവൈറ്റിൽ നിന്നും
സൗദി അറേബ്യയിൽ നിന്നും അങ്ങനെയൊക്കെ കുറെ ഭാഗത്ത് നിന്ന് കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് UAE എന്നൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ മെഡിറ്റേഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ രാവിലത്തെ റൂട്ടീൻ. പിന്നെ വൈകുന്നേരത്തെ ഈ ക്ലാസ്, ഇത് കഴിഞ്ഞിട്ട് മറ്റ് ലൈവ് ക്ലാസ്, അത് കഴിഞ്ഞ് പിന്നെ മെഡിറ്റേഷൻ, ഇങ്ങനെ വൈകിട്ടും ഉള്ള കാര്യങ്ങളാണ്. പിന്നെയുള്ള നമ്മുടെ ലൈവ് മറ്റ് ക്ലാസ്സുകൾ ജേർണി ടു ഹാപ്പിനെസ്, അത് ഫുൾ ടൈം ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എല്ലാ സമയത്തും പ്രാക്ടീസ് ചെയ്യാം. അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും എൻഗേജ്മെന്റ് ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ആൾക്കാരെ പഠിപ്പിക്കും. അതിന്റെ ലൈവ് സെഷനും ആഴ്ചയിൽ ഒന്നുണ്ടാവും. പിന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്, അതും എല്ലാം ഓൺ റെക്കോർഡാണ്. അത് നിങ്ങൾ ആപ്പിലൂടെ കിട്ടും. അതും എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട് അവിടെ. അതുപോലത്തെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ക്ലാസ് ഉണ്ട്, അതും അവിടെ എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, അതും എല്ലാ ദിവസവും പ്രാക്ടീസിന്റെ ക്ലാസ് ആണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ നമ്മുടെ മറ്റ് 1-2 ക്ലാസ്സുകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ മെഡിറ്റേഷൻ മാറി മാറി വരുന്ന കാര്യങ്ങള്. പിന്നെ കോച്ച് ദ കോച്ച്, വളരെ കൃത്യമായി കോച്ച് ദ കോച്ച് പ്രോഗ്രാം എല്ലാ ആഴ്ചയിലും നമ്മൾ നടക്കുന്നുണ്ട്. അവര് എല്ലാ ദിവസവും പ്രാക്ടീസാണ്. അതിന്റെ ഒരു ആളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇത്രയും ഭംഗിയായി സംസാരിക്കുന്ന ആളെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കോച്ച് ദ കോച്ചിലൂടെയാണ്. അപ്പൊ ഇത് ഒരു സാമ്പിൾ മാത്രമാണ് വന്നത്, ഇനിയും വരാനിരിക്കുന്നത് ബാക്കിയൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് നമ്മളുള്ളത്. അപ്പൊ ഇനി കൂടുതൽ ആരൊക്കെ എങ്ങോട്ടൊക്കെ മുന്നോട്ട് പോകണമെന്നൊക്കെ നിങ്ങളുടെ ഓൺ തീരുമാനങ്ങളാണെന്ന് മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നു, നമ്മളൊരു നിമിത്തം മാത്രമാണ്. യാത്ര ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ്. യുദ്ധം ചെയ്യാൻ, അമ്പെടുക്കാൻ അർജുനനെ പ്രേരിപ്പിക്കുക എന്നത് മാത്രമാണ് കൃഷ്ണൻ ചെയ്ത ഏകമായ കാര്യം. പിന്നെ തേര് തെളിച്ചു കൊടുത്തു എന്നുള്ളത്. ബാക്കിയെല്ലാം അർജുനൻ തന്നെയാണ് വിജയിച്ചതും. അർജുനൻ തന്നെയാണ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായത്. അതേ അർജുനന്മാരാണ് നിങ്ങൾ എല്ലാവരും എന്ന് മനസ്സിലാക്കുക. വേണോ വേണ്ടയോ എന്നുള്ള യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ടുള്ള ചിന്തയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി മുമ്പിലുള്ളത് ആരാണ് എന്നൊന്നും നോക്കണ്ട. നമ്മുടെ ലക്ഷ്യം മാത്രമാണ് ധർമ്മം എന്നറിയുക. അതിലേക്ക് യാത്ര തുടരുക. അതിന് ചെറിയ രീതിയിലുള്ള ഒരു ഉപദേശവും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചില വഴി കാണിക്കലും മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വളരെ റിലവന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണല്ലോ അല്ലെ? ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് ഒരു ഇഷ്ടമായ ഒരു ഇതെന്ന് കാണിച്ച്. ഞാൻ സംസാരിക്കുന്നതും എന്നെ ഇഷ്ടമാണെങ്കിൽ അവിടെ റിയാക്ഷനിൽ ഒരു സാധനം ഉണ്ട്, അതെടുത്തിട്ട് എല്ലാവരും ഒന്ന് കാണിച്ച് നോക്കട്ടെ. എത്ര പേർക്ക് ഇതൊക്കെ വാട്സപ്പ് സൂം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്? അപ്പൊ ഞാൻ എന്റെ കഥ പറയാം. എങ്ങനെ നിങ്ങളെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി, അതുപോലെ നിങ്ങൾക്കും ആവാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. എങ്ങനെ സന്തോഷം നമുക്ക് കൊണ്ട് നിർത്താൻ സാധിക്കും, അതിന് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുമായ ആകർഷണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില ടെക്നിക്കുകളുണ്ട്, ചില ഐഡിയകളുണ്ട്. ഇത് എങ്ങനെ നമുക്ക് സാധ്യമാകുമെന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഒരു മുരിങ്ങയുടെ കഥ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേട്ടു പോകണേ. ഒരാൾ എഴുതിയിരിക്കുന്ന കഥയാണ്. മുരിങ്ങ മരത്തിൽ മുരിങ്ങക്കായ് വേണമെന്ന് ആഗ്രഹിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മരത്തിന്റെ ചെറിയ ഒരു കൊമ്പ് ഒടിഞ്ഞ് വീണു. ഇഷ്ടം പോലെ മുരിങ്ങക്കായ് കിട്ടി. അയൽപക്കത്തും കൊടുത്തു എന്നുള്ളത്. ഞാനതിന് ഒരു കമന്റും പറയില്ല. ഇവിടെ മുരിങ്ങയല്ല, എന്താ കൊമ്പൊടിഞ്ഞത് കൊണ്ട് പിന്നെ അതിൽ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ പലതും പല രീതിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് അനുഭവം ഉള്ളത്. ഞാനതിനെ ഏറ്റുപറയേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ക്ലാസ്സിൽ വരുന്നവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ അനുഭവങ്ങളിലൂടെ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. അതിൽ കൂടുതൽ ഞാനായിട്ട് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. എല്ലാം ദൈവിക മഹാശക്തിക്ക് നന്ദി എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ ആളും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി. കൃത്യമായി വീഡിയോ കേൾക്കുകയും അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയും, കേട്ടിട്ടും ഇവിടെ മാറ്റം ഇവിടെ മാത്രം വന്നിട്ട് കാര്യമില്ല, ഇവിടെ മാറ്റം വരാത്ത ആൾക്കാർക്ക് റിസൾട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് അങ്ങനെ ആവരുത്. എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് എപ്പോഴും ഉള്ളത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ? ക്ലാസ് വേണോ വെറുതെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നെ പറ്റി പറയുന്ന ഇത് കേൾക്കണം? ഏതാ വേണ്ടത്? ക്ലാസ് വേണമെങ്കിൽ ഏന്ന് ടൈപ്പ് ചെയ്തോ, അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് ഞാൻ എങ്ങനെ ഇങ്ങനെ ആയി എന്ന കഥ വേണമെങ്കിൽ ബി എന്ന് ടൈപ്പ് ചെയ്തോളൂ. ഏതാ വേണ്ടത്? ക്ലാസ് ആണെങ്കിൽ വല്ല സിസ്റ്റമാറ്റിക് ക്ലാസ് എടുത്ത് പറഞ്ഞു തരാം. അല്ല എന്നെപ്പറ്റി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് കേൾക്കാനാണെങ്കിൽ ബി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എത്ര പേര്? യെസ്, രണ്ടും വേണോ? അത് എയും ബി ഒക്കെ ഇട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരാണ്. ഇതിനകത്താണ് എയും ബി മിക്സ് ആക്കി കളഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളത് ക്ലാസ് എടുക്കാൻ ഞാൻ വീണ്ടും എവിടെയെങ്കിലും പോയി പഠിക്കണ്ടേ? നിങ്ങൾ എന്നെക്കാളും ഭയങ്കര ക്ലവറാണ് എല്ലാവരും അല്ലേ? ഓക്കെ, നല്ല കാര്യം. എയും ബിയും വേണം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെയാണല്ലോ എല്ലാ കാര്യം. നോക്കൂ, അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാരും പാവങ്ങളാണെന്നേ. ആരെപ്പോ ഇതല്ലാത്തത് അല്ലേ? നമ്മളെല്ലാവരും ഭയങ്കര പാവങ്ങളല്ല. അപ്പോ നമുക്ക് ചില കാര്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ഒരാൾ പറഞ്ഞു എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്താലും ശരിയാവുന്നില്ല സാറേ, എന്ത് സംഭവിച്ചാലും എത്ര ഞാൻ ശ്രമിച്ചാലും ശരിയാവുന്നില്ല. ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ, കുറെ ആളെ കയ്യിലുണ്ടല്ലോ അല്ലെ? മനസ്സൊരു വിസ്മയം. ഇപ്പൊ പറഞ്ഞ ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഈ പുസ്തകം ഒന്ന് എടുത്തു നോക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങളെ പോലുള്ള ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇതിൽ ഒരാള് ഇപ്പൊ ഇതുപോലെ പറയുന്ന ഒരാൾ ഈ പുസ്തകത്തിലെ കഥാപാത്രമുണ്ട്. എന്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നുപോയ കുറച്ച് ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് ഞാൻ വന്ന സമയത്ത് എന്റെ ചുറ്റും വന്നുപെട്ട ഈ 5 പേരാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൽ സ്വാഭാവികമായും ഈ 5 പേരിൽ നിങ്ങളിൽ ഒരാളുണ്ടാവും, നിങ്ങളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യൻ അങ്ങനെ പോകുന്നുള്ളൂ. ഇത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അതുകൊണ്ട് എനിക്കൊന്നും ലഭിച്ചില്ല എന്ന് പറയുന്ന വലിയ പുത്തരിയുള്ള കാര്യമൊന്നും അല്ല ഇവിടെ. ഇത് ഒരുപാട് ആൾക്കാർക്കുള്ളതാണ്. ഞാനിരുന്ന് ഏറ്റവും കൂടുതൽ ആലോചിച്ചിട്ടുള്ള ഇത് തന്നെയാണ്, എന്റെ ജീവിതം ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ആലോചിച്ചിട്ടുള്ളത് എന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ഞാൻ ശരിയാണ്, എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നതാണ് എന്നെ ഏറ്റവും അലട്ടിയിട്ടുള്ള ചോദ്യം. അത് പിന്നെ എന്തായി എന്ന് നമുക്ക് അവസാനം മനസ്സിലാവും. ഈ പുസ്തകത്തിൽ കഥ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കഥ രൂപയാണ് അത് മുഴുവൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് എന്നെ കാണാം. അതിലേതാണ് ഞാനെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ചു വെക്കുക ഏതായിരിക്കും ഞാൻ. സംഭവം ഞാൻ പറയാൻ പോകുന്നത് വളരെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുക. ഇത് എല്ലാവർക്കും സാധ്യമാകും എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാന കാരണം ഇതിന്റെ ആദ്യത്തെ അലയൊലികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോ നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങിയതിന് ശേഷം യൂട്യൂബിലും ഈ ലൈവ് സെഷനും കാണാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. മാറ്റമുള്ളവരൊന്ന് ടൈപ്പ് ചെയ്തേ. എനിക്ക് മാറ്റമുണ്ടായിട്ട് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ. ഇത്രയും ദിവസത്തെ യാത്രയിൽ 10 ദിവസം 15 ദിവസം എത്രയെങ്കിലും ആവട്ടെ, നിങ്ങൾ അറിയാതെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കും. ആരും ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പെയ്ഡ് ക്ലാസ്സിൽ ഒന്നും വന്നിട്ട് ഹൗസ്ഫുള്ളിൽ മാറ്റം വന്നതിനെ പറ്റി ഒന്നും പറയണ്ട. ഇങ്ങനെ ഫ്രീ സെഷനിൽ വന്നിരുന്നിട്ട് നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങിയതിനു ശേഷം നിങ്ങൾ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേരെഴുതും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ മാറ്റം നിങ്ങൾ സംഭവിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നതിൽ മാറ്റം വരുത്തിയിട്ടില്ല, നിങ്ങളുടെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല, നിങ്ങളുടെ ദിനചര്യയിൽ മാറ്റം വരുത്തിയിട്ടില്ല, ഒന്നുമില്ല. നിങ്ങൾ ജോലിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. എല്ലാം അതുപോലെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എങ്ങനെയാണ് മാറ്റം വന്നിട്ടുണ്ടാവും? മാറ്റത്തിന്റെ ചെറിയ തുടക്കം, മാറ്റം വന്നു എന്നല്ല, മാറ്റത്തിന്റെ ഒരു ചെറിയ തുടക്കം വന്നത് എങ്ങനെയാണ്? ചിന്തകളിൽ മാറ്റം വന്നു, പലതിനോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നു അല്ലേ? എങ്ങനെയാ ഒരാൾ വന്ന് ഇങ്ങനെ എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് മാറുക? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. ഞാനതിന്റെ എന്തൊക്കെ മെത്തേഡ്സുകളാണ് ഇത് നിങ്ങളിൽ എത്തിക്കാനായിട്ട് ഞാൻ ചെയ്തത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ആ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്കും സാധ്യമാകണോ ഇല്ലയോ എന്ന്. ഒരു കാര്യം ചോദിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഇരിക്കുന്ന പോലെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർക്കുണ്ട്?
എന്നെ പോലെ ആവണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ പോലെ എന്ന് വെച്ചാൽ പുരുഷനോ സ്ത്രീയോ എന്നല്ല ഉദ്ദേശിച്ചത്. ഇതുപോലെ എല്ലാവരോടും പെരുമാറി എല്ലാവരുടെയും കൂടെ നിന്ന് എല്ലാവർക്കും പറഞ്ഞു നിൽക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഓക്കെ, കുറച്ചു പേരേ ഉള്ളു അല്ലെ? പോട്ടെ, എല്ലാവരും ഉണ്ട്. 200 പേരും ഉണ്ടോ നോക്കട്ടെ. ആ, മെഡിറ്റേഷനിലൂടെ ക്ലാസ് ഓക്കെ ഉണ്ട്. ഓക്കെ, ശരി, എങ്കിൽ തയ്യാറായിക്കോളൂ. എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആവണം? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴിരിക്കുന്ന പോലെ ആവണം? ചോദ്യമാണ്, മൊത്തം ചോദ്യമാണ്. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. എത്ര ദിവസം കൊണ്ട് ഒന്ന് പറയാൻ പറ്റുമോ നോക്കി. 6 മാസം, 1 വീക്ക്, 1 മന്ത്, 1 ഇയർ, 1 വീക്ക്, 1 ഇയർ, 1 മന്ത്, 30 ഡേയ്സ്. ഞാൻ ഏകദേശമാണ്. വെരി ഗുഡ്. പെട്ടെന്ന് വേണ്ട. ഓക്കെ, പെട്ടെന്ന് വേണ്ട. 1 മന്ത്, 6 മാസം, 30 ഡേയ്സ്. യെസ്, മിനിമം 10 ഡേയ്സ്. ഓ, യെസ്. 90 ഡേയ്സ്. എത്രയും പെട്ടെന്ന് സാധിച്ചാൽ എത്രയും നോക്കണേ. സൂപ്പർ. 1 വർഷം, 1 മന്ത്. നിങ്ങൾ ഈ പുസ്തകം, ഇതിന്റെ ഈ ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകളും നിങ്ങളുടെ അടുത്തുണ്ടല്ലോ അല്ലെ? ഒരുപാട് എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ അല്ലെ? ഇതൊന്ന് പുസ്തകം ഉള്ളവർ ഇതിന്റെ ലാസ്റ്റ് പേജ് ഒന്ന് മറിച്ച് നോക്കണേ. ഇതിലൊരു ദിവസം എഴുതിയിട്ടുണ്ട്. എത്ര ദിവസത്തെ പ്രാക്ടീസ് ആണ് ഈ പുസ്തകം എന്ന് അറിയാമോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഈ ദിവസത്തിൽ എത്ര ദിവസത്തെ പ്രാക്ടീസ്? സാറിനെ പോലെ എപ്പോഴും ശാന്തമായി ഇത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നോട് പറഞ്ഞ ഏറ്റവും വലിയൊരു ഇതാണ്, സാർ ഇങ്ങനെ ലാഗ് ചെയ്ത് പറഞ്ഞു പോകുന്നത് ഭയങ്കര ബോറടിയാന്ന് ഒരാൾ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഞാൻ വരുത്തിയത് ഇതിലാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കുടുംബശ്രീ യോഗത്തിൽ ക്ലാസ് എടുക്കാനാകും. ഓക്കെ, വെരി ഗുഡ്. കുടുംബശ്രീ യോഗത്തിൽ ക്ലാസ് എടുക്കുന്ന ഞാൻ സ്പീച്ച് ഈ ക്ലാസ് എങ്ങനെയാണ് സംസാരിക്കുന്നത് പഠിപ്പിക്കാം. ഒരു കോഴ്സ് അതിനുവേണ്ടി അനൗൺസ് ചെയ്യാം. അത്യാവശ്യം അഡ്രസ്സിനെ വെക്കാനൊക്കെ. അല്ലാതെ അതല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സംസാരിക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. സംസാരിക്കുന്ന നമ്മളെ പ്രസംഗം കല പഠിച്ചാൽ പറ്റും. സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്നെപ്പോലെ ഇങ്ങനെ പ്രസരിപ്പോടുകൂടി ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്ക് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റും ഇവിടെ? എത്ര പേര് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ പ്രസംഗം എന്ന് പറഞ്ഞ കലയെ പറ്റിയിട്ടല്ല. അത് വേറെ തന്നെയാണ്, വേറെ തന്നെ പഠിക്കണം. പ്രസംഗം പഠിക്കുക തന്നെ വേണം കേട്ടോ. വേറെ ഒരു മെത്തേഡ്സും ഇല്ല. പഠിക്കുക തന്നെ. പ്രസംഗമല്ല, ഞാനിപ്പോ നടക്കുന്നത് പ്രഭാഷണമാണ്. പ്രഭാഷണം നിങ്ങൾ പഠിക്കാൻ വേണം, പ്രസംഗം പഠിക്കും. രണ്ടാണ്. പ്രസംഗം വേറെയാണ്, പ്രഭാഷണം വേറെയാണ്. രണ്ടും പഠിക്കണം. അത് കുറച്ച് സമയം എടുത്ത് പഠിക്കുന്ന സാധനം. ഞാനത് എന്റെ എന്താ പറയാ, ഞാൻ വലിയ മാറ്റം വരുത്തിയത് അവിടെ തന്നെയാണ്. എങ്ങനെയാണ് ഈ മോഡുലേഷൻ വരുത്തേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ. മോഡുലേഷൻ വലിയൊരു ഘടകമാണ്. അപ്പൊ പറഞ്ഞു വന്നത് എത്ര ദിവസമാണ് കിട്ടിയല്ലേ അല്ലെ? അപ്പോ ആദ്യം ഒരു കാര്യം പറഞ്ഞു പോകാം, എന്നിട്ട് ലാസ്റ്റ് തീരുമാനിക്കാം. 105 ദിവസം ഞാൻ പറയുന്ന, ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്ന ലളിതമായ ഞാൻ മാറിയ ആ രീതി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ 105 ദിവസം നിങ്ങൾ ഒരു ദിവസം പോലും കോംപ്രമൈസ് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? 105 ദിവസം എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ എത്ര പേർത്തേക്കാണ്? യെസ്. ഒന്നുമില്ല, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സംഭവം പറയില്ല. ലളിതമായി ചെറിയ ടെക്നിക്സുകൾ മാത്രം എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നിങ്ങൾക്ക് കിട്ടും. അതിലൊരു ചെയ്തു പോകേണ്ട കാര്യമുണ്ട്. നിങ്ങൾ അവരവരിലേക്ക് പ്രോമിസ് ചെയ്തുകൊണ്ട് 105 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഇതുപോലെ ചിരിക്കുന്ന ആളെ പൂർണ്ണമായി സന്തോഷത്തോടു കൂടി എല്ലാത്തിനും കാണുന്നുള്ള ഒരാളാക്കി തരാം. ഇത് പ്രോമിസാണ്. പക്ഷെ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഞാൻ അതിന്റെ വഴികൾ പറഞ്ഞു തരാം. വീണ്ടും ഞാൻ അങ്ങനെ ഉത്തരവാദിത്വം എപ്പോഴും പറഞ്ഞത്രേ ഉള്ളൂ. വഴികൾ പറഞ്ഞു തരാം, കാണിച്ചു തരാം. ഇതുപോലെ ആശയെ പോലുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത്രയും സമയം ആശ സംസാരിച്ചപ്പോ എന്തൊരു പുഞ്ചിരിയായിരുന്നു മുഖത്ത് നോക്കിയേ. ഇതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുക? ആശ എന്നെ കാണാൻ വന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇതുപോലുള്ള ആൾക്കാർ. പക്ഷെ അത് ഞാൻ പൈസ മേടിക്കട്ടോ. ഫ്രീ ആയിട്ട് വേണ്ടല്ലോ. ആർക്ക് എത്ര പേർക്ക് അത് ഫ്രീ ആയിട്ട് 105 ദിവസം ഫ്രീ ആയിട്ട് വേണ്ടവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എത്ര പൈസ എന്നല്ലേ അത് ഞാൻ പിന്നെ പറയാം. നിങ്ങൾ എന്നെ ഞെട്ടുന്ന ഒരു പൈസ മാത്രമേ ഞാൻ മേടിക്കും. ഞെട്ടുന്ന പറഞ്ഞാൽ വലുതല്ല, ഏറ്റവും താഴെ ഞെട്ടുന്ന ഒരു പൈസയാണ്. കാരണം ഫ്രീ ആയിട്ട് ഒരു സാധനവും തരില്ല.
അങ്ങനെ നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യരുത്. ഫ്രീ ആയിട്ടുള്ള ഒരു പഠിപ്പിക്കലും ഇല്ല. ഇത് ഫ്രീ ആണ്, ഇതിനപ്പുറത്തേക്കില്ല. എന്താ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമുള്ളത്. ഫ്രീ എടുക്കരുത്, ഒരാളെടുത്തും നിങ്ങൾ ഫ്രീ എടുക്കരുത്, ഒരാൾക്കും ഫ്രീ കൊടുക്കരുത്. കാരണം അത് വലിയ നിങ്ങളെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന വലിയൊരു സർപ്പമായി മാറും, മാറ്റമുണ്ടാക്കുന്നത്. ഇതിപ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ? ഇതൊന്നും ഫ്രീ അല്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ക്ലാസ് ഒന്നും ഫ്രീ ആണെന്ന് ആരും കരുതരുത്. ഇതൊന്നും ഫ്രീ അല്ല, ഒറ്റ സംഭവം ഇവിടെ ഫ്രീ ഇല്ല. എല്ലാം പെയ്ഡ് തന്നെയാണ്, എല്ലാം പെയ്ഡ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഫ്രീ ആണെന്ന് കേട്ടോ. അല്ല, ഇതും പെയ്ഡാണ്. അങ്ങനെ ഫ്രീ ഉള്ള ഒരു സാധനം ഇവിടെ ഇല്ല. ഈവൻ എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്നതിനും തിരിച്ച് എനിക്കൊരു സംഭവം നിങ്ങൾ നൽകുന്നുണ്ട്. അത്രയും കാര്യം ഇവിടെ ദക്ഷിണയോടുകൂടി മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെ മാത്രമേ നടക്കാവൂ. അത് മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അപ്പൊ ഇതിന്റെ പൈസയൊക്കെ ഞാൻ പിന്നെ പറയാം. ഒന്ന് കേട്ടോളൂ നിങ്ങൾ, എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത്. ഞാൻ എന്റെ ജീവിതത്തെ മാറ്റിയ കാര്യം പറയാം. എന്റെ ജീവിതത്തെ മാറ്റിയ മെത്തേഡ്സ് പറയുന്നത് മിറാക്കിൾ മോർണിംഗ് എന്നുള്ളതാണ്. മിറാക്കിൾ മോർണിംഗ് എഴുതി വെച്ചോളൂ. എന്തൊക്കെയാണ് 5 things ആണ് ഞാൻ ഒരു ദിവസം രാവിലെ ചെയ്തത്. 5 കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. 2 മണിക്കൂർ നേരത്തെ 5 കാര്യങ്ങൾ. 2 മണിക്കൂറില്ല, 1 മണിക്കൂർ. 1 മണിക്കൂർ ഒറ്റ കാര്യത്തിന് ഉപയോഗിക്കുന്നു. മറ്റു 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി 1 മണിക്കൂർ ഉപയോഗിക്കുന്നു. 5 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഒരു ദിവസം ചെയ്യാറുള്ളൂ. ആ 5 കാര്യങ്ങൾ പക്ഷെ ഞാൻ 1680 ദിവസങ്ങൾ അൺകോംപ്രമൈസബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് 105 ദിവസം കൊണ്ട് ഞാൻ വരുത്തിയത്. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്. പിന്നെയാണ് എനിക്കിത് ടെക്നിക്ക് പിടികിട്ടിയത്. ആ ടെക്നിക്ക് പിടികിട്ടിയപ്പോ ഇപ്പൊ വളരെ സ്മൂത്ത് ആയി കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് 5 കാര്യങ്ങൾ. മിറാക്കിൾ മോർണിംഗ്. ഞാനിത് എവിടുന്നാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്തതെന്ന് കൂടി പറയാം. കാരണം നമുക്ക് ആർക്കും ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എടുത്ത് വായിക്കേണ്ടതാണ്. റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ്. ആ പുസ്തകത്തിൽ മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ഇങ്ങനെയല്ല, പക്ഷെ ആ കോൺസെപ്റ്റ് ഭയങ്കര രസമുള്ള സംഭവമാണ്. ഇതെന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യിപ്പിച്ചു. ആ ഇൻസ്പിറേഷനിൽ നിന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം ഞായറാഴ്ച ഇപ്പൊ നിങ്ങളോട് പറയാനുണ്ടല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ, ഞായറാഴ്ച മെഡിറ്റേഷൻ അല്ല, ഞാൻ കിടന്നുറങ്ങുന്നു. പക്ഷെ ഞാൻ കിടന്നുറങ്ങിയില്ല. ഞാൻ കൃത്യം 3:30 മണിക്ക് തന്നെ എഴുന്നേറ്റുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വർക്കെല്ലാം കഴിഞ്ഞ് എന്റെ ആ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും പോയിട്ട് 1 മണിക്കൂർ കിടന്നുറങ്ങിയതേ ഉള്ളൂ. പക്ഷെ 3:30 മണിക്കുള്ള എഴുന്നേക്കം മാറ്റിയില്ല. അപ്പോ വളരെ ലളിതമായ കാര്യമാണ് ഞാൻ ചെയ്തത്. വളരെ ലളിതമായ കാര്യമാണ്. ഒന്നാമതായി ചെയ്തത് രാവിലെ എഴുന്നേറ്റ് ഉടനെ, അതൊരു സിസ്റ്റമായിട്ട് പറയുന്നില്ല, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമ്മളൊരു ഗ്ലാസ് കുറച്ച് ലൈറ്റ് ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് നാരങ്ങ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന അത്രയും നല്ലത്. ഞാൻ ചെയ്താണ്. അതൊരു ഇപ്പൊ പറയാൻ പോകുന്ന റുട്ടീൻസ് അല്ല, ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ചെറിയ ലൈറ്റ് ചൂടുള്ള നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കും. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് മോട്ടിവേഷൻ വോയിസ്. ഞങ്ങള് ഈ തുടങ്ങിയ സമയത്ത് 4 AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട് കോവിഡിന്റെ സമയത്ത്. അപ്പൊ റോബിൻ തിരുമല എന്ന് പറയുന്ന മോഹൻജി എന്ന് പറയുന്ന 2 വ്യക്തികളുണ്ടായിരുന്നു. അവരതിരാവിലെ 4 മണിക്ക്, ഇന്ത്യൻ സമയം 4 മണിക്ക് റോബിൻജി ഒരു വോയിസിലും മോട്ടിവേഷൻ ഭയങ്കര നമ്മളെ ഇൻസ്പയർഡ് ആവും. അത് കഴിഞ്ഞിട്ട് സ്പിരിച്വൽ ഗുരു ഉണ്ട് നമ്മുടെ മോഹൻജി, ഇപ്പോൾ ബ്രഹ്മശ്രീ മോഹൻജി എന്ന് പറയുന്ന ഒരാൾ. പുള്ളിയുടെ അതിന്റെ ഒരു വിശകലനം കൂടി തരും. ടോട്ടൽ ടൈം 6 തൊട്ട് 7 മിനിറ്റ് നേരെയാണ്. അപ്പൊ നമ്മൾ 2x ഇട്ടിട്ടാ കേൾക്കുക. ടൈമും കൂടി നോക്കണം. നമ്മൾ രാവിലെ ഈ വെള്ളം കുടിച്ച് ഒന്നൊരു സ്ഥലത്ത് ഇരിക്കുമ്പോഴേക്കും ഈ വോയിസ് നമുക്ക് കേട്ട് കഴിയും. ഇത് മോട്ടിവേഷൻ, ഫസ്റ്റ് മോട്ടിവേഷൻ വേർഡ്സ് ആണ്. ഇത് എഴുതി വെച്ചോളൂ. ഫസ്റ്റത്തെ മോട്ടിവേഷൻ ആയിരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആദ്യത്തെ മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ രാവിലെ ഏത് മൂഡിലാണോ എഴുന്നേക്കുന്നത് അതിനെ മുഴുവൻ ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പിരിച്വൽ ആവാം, അല്ലെങ്കിൽ അതിൽ സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ തന്നെ മാറ്റപ്പെടുത്തുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം. ഇത് ഞാൻ എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ഒരു സ്ഥലത്തിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ ചെയറിലൊന്നും ഇരിക്കില്ല. എനിക്ക് താഴെ ഇരിക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. നിലത്തിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്, ഒന്നാമത് ഞാൻ ഹൈറ്റ് കൂടുതലാണ്, എന്റെ കൈയും കാലും
ഒന്നും വളയില്ല, ചെറുപ്പത്തിലേ വളയില്ല, താഴെ എവിടെ ഇരിക്കില്ല. ഞാൻ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ നാട്ടിൽ നിലത്തിരുന്നല്ലേ ഭക്ഷണം കഴിക്കാൻ. ഞാൻ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ അവിടെ സ്കിപ്പാവും. അമ്പലത്തിൽ പോയാൽ ഭക്ഷണം കഴിക്കാനാകുമ്പോൾ ഞാൻ അവിടെ സ്കിപ്പാവും, കാരണം താഴെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ ഒരു വീട്ടിന്റെ ഒരു മൂലയിൽ കയറി അങ്ങ് ഇരിക്കും. ഇത് കഴിഞ്ഞ ഉടനെ എന്നിട്ട് ബുക്ക് എടുക്കും. 1, 2 മാക്സിമം പോയാൽ 3 പേജ് മാത്രമേ വായിക്കാൻ അത്രേ പറ്റുള്ളൂ. 3 പേജ് ഞാൻ ഇരുന്ന് വായിക്കും. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് പുസ്തകമായാലും 3 പേജ് റീഡ് ചെയ്യും എല്ലാ ദിവസവും. അതിനുശേഷം ആ 3 പേജ് വായിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ അന്ന് കേട്ടതിനെയോ ആയ ഒരു കാര്യത്തെ ഞാൻ എഴുതും. 5 വരി, ഒരു 10 വരി, 15 വരി ഞാൻ എഴുതും, പുസ്തകത്തിൽ എഴുതും. അതിന് പറയുന്ന പേരാണ് ജേർണലിംഗ് എന്ന് പറയുന്ന പുസ്തകം. ഒരു ജേർണൽ ബുക്ക് ഞാൻ കാണിച്ചുതരാം. ഇവിടെ എൻ്റെ അടുത്ത് ഒരു 20, 15, 20 പുസ്തകങ്ങൾ അങ്ങനെ എഴുതി വെച്ചതാണ്. 1, 2 അല്ല, 15, 20 പുസ്തകങ്ങൾ. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിന്റെ 1, 2 പേജുകൾ വായിക്കുക. ആ വായിച്ചു കഴിഞ്ഞ ഉടനെ അതിനെ ഒന്ന് വിശകലനം ചെയ്യുക. ടോട്ടൽ നമുക്ക് എടുക്കാവുന്ന സമയം 10 തൊട്ട് 15 മിനിറ്റ് വരെ. മല്ലേ വായിക്കുന്ന ഒരാൾക്കാണ്, മല്ലേ ചിന്തിക്കുന്ന ഒരാളെങ്കിൽ ആദ്യകാലത്ത് 10ഉം 15 മിനിറ്റ് എടുക്കും. അപ്പോൾ നേരത്തെ എത്ര സമയം? നേരത്തെ നമ്മൾ 7 മിനിറ്റ് 8 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് വായിച്ചു കഴിയുമ്പോൾ ടോട്ടൽ 20-22 മിനിറ്റിനകത്തേക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഫോണ് മാറ്റി വെച്ചു. അപ്പൊ ഫോൺ ആദ്യം ഇത് വോയിസ് കേട്ടതിന് ശേഷം പിന്നെ ഫോണില്ല, നമ്മൾ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ എഴുതലും. ഫോൺ അപ്പോഴേക്ക് മാറ്റി വെച്ചു. പിന്നെ ഞാൻ 15 തൊട്ട് 20 മിനിറ്റ് നേരം ഒന്നുമില്ല, സ്വസ്ഥമായിരിക്കും മെഡിറ്റേഷൻ. ഞാൻ ഗൈഡഡ് മെഡിറ്റേഷൻ ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു. സ്വസ്ഥമായി കണ്ണടച്ച് അങ്ങനെ ഇരിക്കും. ആ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ നല്ല ചിന്തകൾ വന്ന് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതൊന്നും ബോധർ ചെയ്യാതെ ഒരേ ഇരുത്തം. ചിലപ്പോൾ അത് 20-25 മിനിറ്റ് നടന്നു പോകും, ചിലപ്പോൾ അത് 15 മിനിറ്റിൽ നിർത്തും. വേറെ ഒന്നും ചെയ്യില്ല, വെറുതെ എങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചു. ആദ്യമൊക്കെ ഭയങ്കര ചിന്തകൾ വരും, അത് പിന്നെ നമുക്ക് മനസ്സിലായ ചിന്തകൾ അതിന് വിട്ടേക്കുക, നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഈ ഇരുത്തമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു ബന്ധവും ഇല്ല, ഒരു സംഭവമായിട്ട് കണക്ഷൻ ഇല്ല, ഒറ്റ ഇരുത്തം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്നത്തെ ദിവസത്തെ എഴുതുക. ജേർണലിംഗ് എന്ന് പറയും. എന്തൊക്കെയാണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത്? ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലെ കാര്യം എന്തൊക്കെ ചെയ്യാനുണ്ട്? ആകെ വരുന്നത് എത്രയാ? 4-5 കുറിപ്പുകൾ. അത്രയും നമുക്ക് ചെയ്യാൻ 100 കാര്യം. നമ്മളിപ്പോ വിചാരിക്കും കുറേ 100 കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം എഴുതാനുണ്ടോ? ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം ഒരു 10 കാര്യത്തിനപ്പുറത്തൊന്നും ഒരു ദിവസം ചെയ്യുന്നില്ല. അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. എത്ര ബിസി മാൻ ആയി കഴിഞ്ഞാലും ഒരു 10 കാര്യത്തിനപ്പുറത്തേക്കൊന്നും ചെയ്യുന്നില്ല. ഒരാൾ പറയും എനിക്ക് മീറ്റിംഗ് ഉണ്ട് 10 മണിക്ക്, അതവിടെ ഒരു പോയിന്റ് കഴിഞ്ഞു. 2 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, കഴിഞ്ഞു. ടോട്ടൽ മാക്സിമം 10 കാര്യത്തിനപ്പുറത്തേക്ക് ഒരാൾക്കുണ്ട്. നിങ്ങൾ എഴുതി നോക്കുക, അപ്പൊ മനസ്സിലായി. ഇപ്പൊ തോന്നുന്നു കുറേ കാര്യം, നാളെ എനിക്ക് 100 കാര്യം ചെയ്യാനുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ എഴുതി നോക്കുള്ളൂ, നിങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ എഴുതരുത്. ഞാൻ രാവിലെ ചായ വെച്ചു, ഓക്കെ, ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, ചമ്മന്തിയും ചായ ദോശയും കൂടി കഴിച്ചു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നടക്കൂല, അത് ലോങ് ആണ്. ഞാൻ പറഞ്ഞ ചായ കുടിച്ചത് ഒറ്റ പോയിന്റാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് എന്താ എഴുതാണ്ടാവും അധികം? ചായ കുടിച്ചു, മുറ്റം തൂർത്തു, അല്ലെങ്കിൽ തുണി അലക്കി, ഇതൊന്നും വീട്ടിലെ പണി മാത്രം ഒറ്റ പോയിന്റ് ഉള്ളൂ. അങ്ങനെ എഴുതരുത്. എന്താണോ ഇമ്പോർട്ടൻസ് ആ കാര്യം, ടു ഡു ലിസ്റ്റ്, അത് എന്തൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ കാര്യങ്ങൾ എഴുതുക. ഇത് കഴിഞ്ഞ് നമുക്ക് എക്സസൈസ് എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത സാധനം. എക്സസൈസ് ഒരു കാര്യത്താലും കോംപ്രമൈസ് ചെയ്യരുത്. ഒന്നുമില്ലെങ്കിൽ വെറുതെ പുറത്തു പോയി നടക്കുക. 10-15 മിനിറ്റ് ഫോൺ എടുക്കരുത്. ഫോൺ ഉപയോഗിക്കാതെ വാച്ച് ഉള്ളവർ, സ്മാർട്ട് വാച്ച് എടുത്ത് നടക്കുക. വെറുതെ നടക്കുക. നിങ്ങൾക്ക് എക്സസൈസ് കൈയും കാലും അനക്കിയിട്ട് നടക്കാൻ പറ്റും. അങ്ങനെ ഇന്ന് തോന്നുകയാണ് ഇന്ന് കൈയും കാലും അനക്കുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ അനക്കില്ല. അല്ലെങ്കിൽ ഓർഡർ എന്ന് വെച്ചാൽ ഓടിക്കോളൂ, നടക്കണം എന്ന് വെച്ചാൽ നടന്നോളൂ. എന്താണോ നിങ്ങൾ നടക്കുക. ആ സമയത്ത് നടക്കുമ്പോൾ വെറുതെ നടക്കരുത്. ആ സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം. വിഷ്വലൈസേഷൻ. എന്താണ് നിനക്ക് നാളെ ആവേണ്ടത്? അതാ നടക്കുന്ന സമയത്ത് ആവണം. ഞാൻ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ നടക്കുമ്പോൾ കോട്ടിടില്ല, പക്ഷെ എന്റെ മനസ്സിൽ കോട്ടിടും, ടൈ ഇടും, നല്ല ലെതറിന്റെ ഷൂ ഇടും, വലിയ റേഞ്ച് റോവർ വണ്ടി ഉണ്ടാവും. ഇതൊക്കെ വരാനിരിക്കുന്നതായിരിക്കും തോന്നുന്നു. ഞാനിപ്പോ നടക്കും, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യും. ഒരു വലിയ ഓഡിയൻസിനടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് നടക്കുമ്പോൾ ആരും ഇല്ലല്ലോ അല്ലെ? ഈ 5:30 മണിക്കൊക്കെ ഇപ്പൊ സമയത്രയായി? 4 മണിക്ക് എഴുന്നേറ്റാല് 5 മണിയാകുമ്പോഴേക്കും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. 5 മണിക്കൊന്നും പുറത്ത് ആരും ഉണ്ടാവില്ല. അപ്പൊ കൈയൊക്കെ കാണിക്കാം, സംസാരിക്കാം, ഒക്കെ ചെയ്യാം. കാരണം വലിയ ഇരുട്ട്
നേരം വെളുത്തിരുന്നില്ല. അതുകൊണ്ട് ആരും പറയില്ല ഇവന് വട്ടാന്നും പറയില്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ കൈ കാണിക്കാം, നമ്മൾ ഇങ്ങനെ പിടിക്കാം, ഒന്നും ചെയ്യാം. ഇതെല്ലാ ആക്ഷനും നമുക്ക് ആ നടത്തത്തിലൂടെ സംഭവിക്കും. ഇത് സീക്രട്ടാണ്. ഇത് പറഞ്ഞു തന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി നാളെ എനിക്ക് പൊങ്കാലയിടാൻ പറയരുത് കേട്ടോ. ഇതൊക്കെ വളരെ ലളിതമായ കാര്യങ്ങളാണ്. മാറ്റം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ജോലി ബാക്കിയുള്ള പിന്നെ ഡ്യൂട്ടി പോകുന്നിടത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പോസിറ്റീവ് കിട്ടി, പോസിറ്റീവ് വായിച്ചു, പോസിറ്റീവ് എഴുതി, നിങ്ങളുടെ കഴിഞ്ഞ അവിടേക്ക് നിങ്ങൾ ഫുള്ളി പോസിറ്റീവായി. പിന്നെ നെഗറ്റീവ് എന്ന സാധനം വരില്ല, അങ്ങനെ വരാൻ പറ്റില്ല. പിന്നെ ആരും കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞാലും രാവിലെ കിട്ടിയ ചാർജ് ഓടിയിട്ടുണ്ട്, അതിനോട് ഒറ്റ ചിരിയിരിക്കും പോരും. പിന്നെ അത് വിഷ്വലൈസേഷൻ നടക്കുമ്പോൾ പിന്നെന്താ സംഭവിക്കാന്ന് പറയും. ഈ ചിലപ്പോൾ 10, 15, 20 മിനിറ്റ് ഒക്കെ ആയിരിക്കും നടക്കുക. ആ നടക്കുമ്പോൾ 20 മിനിറ്റുള്ള വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ പിന്നെ പഴയ ആളായിരിക്കില്ല. നിത്യവും ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ പറയും, പണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് അല്ല ഇപ്പോഴത്തെ സിനിമയൊക്കെ കണ്ടു വന്നാൽ ആ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തോന്നാറില്ല. നിങ്ങളിപ്പോ കുറച്ച് ഏജ് കുറഞ്ഞ ആൾക്കാർ, ഇപ്പൊ രക്തം തിളച്ചു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ സിനിമ കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ തോന്നില്ലേ, ഞാൻ ഇപ്പൊ ഇടിക്കും, പോരട്ടെ അടുത്തിരിക്കുന്നത്, ഇങ്ങനെ തോന്നാറുണ്ടോ? തോന്നാറില്ലെങ്കിൽ തോന്നും കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ലോകത്ത്. അതുപോലെ നമ്മളായി തീരേണ്ടതിനെ പറ്റി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതാണ്. പിന്നെ നമുക്ക് ആരോടും വഴക്ക് കൂടാനോ അല്ലെങ്കിൽ ആരോട് ഇത് കൂടാനോ അവരെന്തേ ഇങ്ങനെ പറഞ്ഞു ചിന്തിക്കാൻ സമയമില്ല. കാരണം എന്താ അറിയോ, ഇത് തലയിലേക്ക് ഈ സാധനം മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. അപ്പൊ മറ്റുള്ളവരും പറയുന്നൊന്നും നമുക്ക് കേൾക്കില്ല. നമ്മളാരാ? നമ്മളതല്ലേ, പഴയ ആളല്ലല്ലോ, നമ്മൾ പുതിയൊരാളല്ലേ. ഈ കാണുന്നതിൽ മൊത്തം പുതിയൊരാളാണ്. അപ്പൊ പഴയ ഒരാളോട് അവർ സംസാരിക്കുന്ന നമുക്ക് കേൾക്കുക പോലും ഇല്ല, നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ, നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ നമ്മുടെ മുഴുവൻ ചിന്തയും എങ്ങനെ ഞാൻ അവിടേക്ക് എത്തും, നമ്മൾ ഏതൊക്കെ കണ്ടെത്തും. ഈവൻ സോഷ്യൽ മീഡിയയിൽ പോലും നിങ്ങൾ നോക്കിക്കോളൂ, സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് പോലും വരില്ല നിങ്ങൾക്ക്. നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഗീവ് മീ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ പോലും കിട്ടില്ല. അത്രയും പവർഫുൾ ആണ് ഈ പറഞ്ഞ സാധനം. നിങ്ങൾക്ക് നല്ലതായി മാറാൻ ശ്രമിക്കുന്നതിന് നിങ്ങൾ നിൽക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ കൂട്ടു നിൽക്കും. എവിടെ പോയാലും അത് സംഭവിക്കാന്ന് വെച്ചു. നിങ്ങൾ വിചാരിക്കുന്നു മുമ്പേ, ഇന്നലെ നിങ്ങളെ കാണുമ്പോൾ മുഖം തിരിച്ചവൻ നിങ്ങൾ മുമ്പിലേ പോകുമ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കും. നിങ്ങളൊന്നും അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ മാറ്റം ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ എവിടെയാ കിടക്കുന്ന ഈ സാധനം? എവിടെയോ ഉണ്ടല്ലോ അല്ലേ? ആ സാധനത്തിൽ മാറ്റം ഉണ്ടാവും. ഈ സാധനത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നടക്കും. അപ്പൊ ഏതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞു നോക്കിയേ. ഒന്നാമത് ഫസ്റ്റ് മോട്ടിവേഷൻ അല്ലേ. സെക്കൻഡ് ഇതാണ് ജേർണലിംഗ്. എഴുതി വെച്ചോളൂ. ഫസ്റ്റ് മോട്ടി ഞാൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞൊന്നുമല്ല. ഇപ്പൊ മാക്സിമം സമയം എത്ര എടുത്തിട്ടുണ്ടാവും മൊത്തം കൂടിയിട്ട്? 1 മണിക്കൂർ. ഇനി അഥവാ കൂടുതൽ എക്സസൈസ്, ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ ജിമ്മിൽ, 1 മണിക്കൂർ 10 മിനിറ്റ്, 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ജിമ്മിൽ. ജിമ്മെന്ന് പറഞ്ഞാൽ ഞാൻ മസിൽസ് കൂട്ടാനല്ല കേട്ടോ, ഒന്ന് ആരോഗ്യം ഉണ്ട്. യെസ്, എല്ലാം എഴുതി വെച്ചാൽ ടോട്ടൽ മോട്ടിവേഷൻ. താഴെ ഇരിക്കുക, നിലത്തിരിക്കുക, 3 പേജ് വായിക്കുക, 3 വരിയല്ല 3 വരി എഴുതുക. ജേണൽ, ഇഷ്ടപ്പെട്ട പുസ്തകത്തിൽ 2-3 പേജ്, ടോട്ടൽ 20 മിനിറ്റ്. ഓക്കെ. പിന്നെ 15-20 മിനിറ്റ് മെഡിറ്റേഷൻ. പിന്നെ ഇത് ടു ഡു ലിസ്റ്റ്, ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് അറിയുക. നടക്കാൻ പോകുന്ന സമയത്ത് കോംപ്രമൈസ് ഇല്ല, ഫോൺ എടുക്കരുത്, നിർബന്ധമാണ്. ഒരു കാരണവശാലും ഫോൺ എടുക്കരുത്. നിങ്ങൾ എപ്പോ ഫോൺ വെച്ചു? ആ മോട്ടിവേഷൻ കേട്ടതിന് ശേഷം ഫോൺ മാറ്റി വെച്ചു. പിന്നെ ഫോൺ ഇല്ല, നമുക്ക് ഫോണേ ഇല്ല നമ്മുടെ കയ്യിൽ, നമ്മൾ കണ്ടിട്ടേ ഇല്ല ആ സാധനം. പിന്നെ നമ്മൾ കാണുന്നത് ഓഫീസിൽ പോകുന്ന സമയത്ത്, ഞാൻ കാണുന്നത് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചായ കുടിക്കുന്ന സമയത്ത് അത് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ചായ കുടിച്ചു കഴിയുമ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും എന്നുള്ള പരിപാടിയാണ്. അപ്പൊ ഇതെന്തുകൊണ്ട് ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സസൈസ് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനർജി നമ്മളിലെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ എനർജിയെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എക്സസൈസ് നിർബന്ധമാണ്. അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്താൽ നടക്കില്ല. രണ്ടാമത്, നമ്മളിലുള്ള നെഗറ്റീവിനെ ഒഴിവാക്കാനായിട്ട് പോസിറ്റീവ് നിറക്കുക മാത്രമേ വഴിയുള്ളൂ, മറ്റൊരു വഴിയുമില്ല. ഞാൻ എന്തേ എങ്ങനെയായി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ. മറ്റൊരു ഇതുമില്ല അവിടെ. മറ്റൊരു ഘടകത്തെ പറ്റിയും തൽക്കാലം നിങ്ങൾ ചിന്തിക്കണ്ട. ഇവിടെ വേനലുണ്ട്, മഴയുണ്ട്, ഒക്കെയുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളുമുണ്ട്. പക്ഷെ അത് വളരെ റെയറാണ്, വളരെ ലളിതമാണ്, നമ്മുടെ കൺട്രോളില്ല. സുനാമി അടിക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ, മഴ വരുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ, ഇപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, സാറേ എല്ലാ ദിവസവും നടക്കണം എന്ന് പറഞ്ഞു, നല്ല മഴ പെയ്യുന്ന സമയത്ത് എന്തു ചെയ്യും?
ഇത്തരം ചോദ്യങ്ങൾ പോലെ തന്നെയാണ് പലതും ജീവിതത്തിൽ ഇങ്ങനെയും ഉണ്ടാവും അല്ലെ? ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവല്ലേ. അപ്പോ 20 മിനിറ്റ്സ് മെഡിറ്റേഷൻ, 20 മിനിറ്റ്സ് നമ്മുടെ എന്താ പറയുക എക്സസൈസ്, ടു ഡു ലിസ്റ്റ്, ബുക്ക് റീഡിങ്, ഈ സംഭവങ്ങൾ 5 കാര്യങ്ങൾ അല്ലെ, 5 ഞാൻ പറഞ്ഞു, 5 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തോ ജീവിതം മാറുമെന്ന് 100% 150% ഞാൻ ഗ്യാരണ്ടി. എത്രയോ ആൾക്കാർ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഓരോ ആൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആശ തന്നെ ആദ്യം വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നാളെ രാവിലെ മുതൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങണം. അയ്യോ സാറെ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ, ഞാൻ രഞ്ജിത്തിനോടും ആശയോടും പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ രാവിലെ നടക്കണം. അയ്യോ രാവിലെ എഴുന്നേക്കാൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം, ചിന്തിക്കാൻ പറ്റാത്ത. പിന്നെ അടുത്ത കണ്ടീഷൻ പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ, അതിന്റെ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തരണം, വീഡിയോ എടുത്തിട്ട് ഇട്ട് തരണം. അപ്പോഴാകെ പെട്ടു. കുറച്ച് ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം പോകുമ്പോൾ രഞ്ജിത്തിന് ചെറിയൊരു പിടി കിട്ടി, ഇതെന്തോ ഒരു നല്ല കാര്യമാണ് വീട്ടിൽ നടക്കുന്നത്. പിന്നെ വൈകിട്ടും അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് പോകാൻ തുടങ്ങി. രാവിലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പറ്റിയില്ല, പക്ഷെ വീണ്ടും ഒരു മാക്സിമം ശ്രമിച്ചു. കുറച്ച് ദിവസം, എല്ലാ ദിവസവും എന്ന് പറയില്ല, കുറച്ച് ദിവസം നല്ല ശ്രമം ഉണ്ടായി. അതിന്റെ റിസൾട്ട് അവിടെ തുടങ്ങി, അന്നേരം തന്നെ തുടങ്ങി. കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ എനിക്കൊന്ന് ആശ എന്നെ കാണാൻ വന്നത് കണ്ടത് ജൂലൈ മാസത്തിലാണ്, ഒരു വർഷം. അതിനുശേഷം പിന്നെ മകന്റെ ആക്സിഡന്റ് ഒക്കെ കുറെ കാലം അതിന്റെ പിറകെ പോയി. രണ്ടുപേരും പിന്നെ ജോലിയുടെ സംബന്ധം അങ്ങനെ കുറച്ച് പോയി. പക്ഷെ അത്രയും സമയം എടുക്കില്ല. പക്ഷെ അത്രയും കിടക്കുന്നതുകൊണ്ടാണ് അത്രയും സമയം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു ട്രാക്കിലുള്ള ഒരാളാണ്. നിങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് മാറ്റം അകത്തുണ്ടായതിനു ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവര് മാറ്റം ഉണ്ടായിട്ടില്ല, മാറണമെന്ന് ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടില്ല. ഇതെന്താണ് പോലും പിടികിട്ടിയില്ല. എല്ലാ ദിവസവും വായന നിർബന്ധമായിട്ട് രഞ്ജിത്തിനോട് പറഞ്ഞു, എല്ലാ ദിവസവും വായിച്ചിട്ട് ഗ്രൂപ്പിൽ ഇട്ടിരിക്കണം, അതെനിക്ക് കേൾക്കണം, ഒരു കോംപ്രമൈസും ഇല്ല. കൃത്യമായി 2 പുസ്തകവും എത്ര തിരക്കുണ്ടായിട്ടും രഞ്ജിത്ത് വായിച്ചിട്ടുണ്ട്, ആശയും വായിച്ചു. ഇപ്പോഴും ആശ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ദിവസവും കോംപ്രമൈസ്. ഞാൻ ഒരാളല്ലോ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പം ആശ നേരത്തെ സംസാരിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ. സീമയൊക്കെ ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും പുസ്തകം വായിക്കുന്നത് എങ്ങനെ സാധ്യമാണെന്ന്. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 2 പേജ് വായിച്ചതിന് ശേഷം മാത്രമേ സീമ മുന്നോട്ട് പോകുന്നു. ആ വ്യത്യാസം സീമയുടെ ഓരോ വാക്കുകളിലും ഓരോ കൃത്യതയിലും. ഞാൻ കുറച്ച് പേരുടെ ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഞാൻ പറയുന്നില്ല. പറയാൻ പോയി കുറേ സമയം എടുക്കുന്നുള്ളൂ. അത്രയും മാറ്റങ്ങൾ. ഇപ്പൊ സ്നേഹ പൂജാരി വളരെ വളരെ വലിയ വിഷമഘട്ടത്തിൽ നിന്നും വന്ന ഒരാളാണ്. പക്ഷെ ഒരു ദിവസവും കോംപ്രമൈസ് ചെയ്തു. രാവിലെ ഫസ്റ്റ് എഴുന്നേറ്റ ഉടനെ തന്നെ ശുഭാസ്തി വിശ്വാസത്തിന്റെ ഒരു ഇതെടുക്കും, പേജ് എടുത്തു, അത് വായിച്ചിട്ട് എനിക്ക് ഇട്ട് തരും. അഡ്മിന്മാർ 2 പേരും 2 ഭാഗത്തുനിന്ന് വരുന്ന ആളാണ്. അതിരാവിലെ ഫസ്റ്റ് പ്രസീത ഫസ്റ്റ് 3, എനിക്കൊന്ന് ഞാനിവിടെ 3:30 മണിക്കാണ് എഴുന്നേക്കുന്നത്. അതിന് എനിക്കൊന്ന് 3 മണിക്കോ 3:30 മണിക്കോ ആണ് നാട്ടിലെ സമയത്ത് പ്രസീത എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് ഉടനെ തന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇതുണ്ട്, അത് ഫസ്റ്റ് വന്നിരിക്കും. എത്ര തിരക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു പരിപാടി നോക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ എന്താ പറയാ ഭക്തിപരമായിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തരും. ഞാൻ എഴുന്നേറ്റ് ഉടനെ അത് കേൾക്കും. ഇപ്പോൾ ഫസ്റ്റല്ല, ഇപ്പോൾ കേൾക്കും. അത് കഴിഞ്ഞപ്പോഴേക്കും രാധിക മെഡിറ്റേഷൻ ആകുമ്പോൾ എഴുന്നേക്കും. എല്ലാവരും അതേ റൊട്ടീൻ ഫോളോ ചെയ്യും. രാത്രി ഉറങ്ങുന്നത് വരെ ഒരു വ്യത്യാസമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോലും ആവശ്യമില്ലാത്തതാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സാറിനോട് ഒന്ന് പറയോ എന്ന് പ്രസീതയോട് നിങ്ങൾ പറഞ്ഞാൽ അവിടെ പ്രസീത കിട്ടുമ്പോൾ എനിക്കിവിടെ കിട്ടും. അത്രയും മെന്റൽ കമ്മ്യൂണിക്കേഷനാണ്, ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. ഇപ്പോ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ നേരത്തെ എനിക്കൊന്ന് ഇവിടെ ഡാലിമ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലെ? നമ്മൾ ഒരു യൂണിവേഴ്സുമായി കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്ന എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് വലിയ മാജിക്കുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ അതിന് ഒറ്റ കണ്ടീഷനാണ്, ഇവിടെ പ്യൂർ ആയിരിക്കണം. ഒരു കണ്ടീഷൻ വെക്കരുത്. ഇന്നയാൾ ഇങ്ങനെ ആവണമെന്നു, ഇന്നയാൾ എന്നോട് ഇങ്ങനെ പെരുമാറാത്തതെന്നു ഒരു കണ്ടീഷനും വെക്കാതെ ഇതായി തീരുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. സ്പിരിച്വാലിറ്റി ഞാൻ പറഞ്ഞ വായനയിൽ എന്റെ ഏറ്റവും കൂടുതൽ ഞാൻ സ്പിരിച്വലാ വായിക്കുക, എഴുതുക സ്പിരിച്വലാണ്. ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഇതാണ്. അതിന്റെ ക്ലാസ്സുകൾ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ആയിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ പ്യൂർ ആത്മീയത എന്ന് വെച്ചാൽ മതങ്ങളല്ല കേട്ടോ പറഞ്ഞു. ആത്മീയത പറയുമ്പോൾ നിങ്ങൾ ആരും മതത്തിലേക്ക് കൊണ്ടുപോകരുത്. മതം ഒരു ആത്മീയമേ അല്ല. ഇത് ഞാൻ നല്ലോണം വായിക്കുകയും നല്ലോണം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു സ്പിരിച്വൽ ഗുരു ആവാൻ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഓങ്ക്രീം അല്ല എന്താ പറയാ ഗുരു, അതൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും അല്ല. ആ അർത്ഥമേ അല്ല ഇവിടെ, അങ്ങനെ മീനിങ്ങേ അല്ല. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിനെ അറിയുക, പ്യൂർ കോൺഷ്യസ്നെസ്സിനെ അറിയുക. അതായത് എന്താണ് ഞാൻ എന്ന് മനസ്സിലാക്കുക. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെ ശരിക്കും ഇരുന്ന് വായിക്കണം നിങ്ങൾ. 2 ചാപ്റ്റർ, ജ്ഞാനോദയം എന്ന് പറയുന്ന ചാപ്റ്ററും അത് ജേണി ടു ഹാപ്പിനെസ്സിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല.
അതിന് വരാനിരിക്കുന്ന ജേണി ടു ഹാപ്പിനെസ് സെക്കൻഡ് വേർഷൻ, അഡ്വാൻസ് വേർഷനിൽ വരാനിരിക്കുന്ന കാര്യമാണ്. ജ്ഞാനോദയം ഞാൻ ആരാണെന്നുള്ള അന്വേഷണം. ഇത് രണ്ടും ശരിക്കും ഇരുന്ന് ഈ ഞാൻ പറഞ്ഞ ഈ പ്രോസസ്സ് കടന്നാൽ മാത്രമേ അതിലേക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. ശബരിമലയിൽ പോകുന്നവൻ 18ാം പടി ചവിട്ടുന്നവൻ ഏത് പ്രക്രിയയിലാണോ 47 ദിവസത്തെ വ്രതാനുഷ്ഠാനം നടത്തേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ മറ്റേതിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവൻ കാലെടുത്ത് വെച്ചിട്ട് ഒരു കാര്യവുമില്ല, അത് കണക്ട് ആവുകയില്ല. അപ്പോൾ ഇത്തരം പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇതാണ് എന്റെ ദിനചര്യ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരാളെ പേര് പറയോ? സാറേ ഇത് ടഫാണ്, എന്നെ കൊണ്ട് പറ്റില്ല, ഒരാളെ എനിക്ക് തരാം. ഒരാളെ കൊണ്ട് ടൈപ്പ് ചെയ്യും. ഇത് സാർ ഇത് പറ്റാത്തതാണ്, പറ്റാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. 200 ആളിൽ ഒരാൾ. എന്തെങ്കിലും ചെലവുണ്ടോ ഈ പറഞ്ഞ ഈ തരം ചെയ്യാനായിട്ട്? നിങ്ങൾക്ക് ഒരു 10 പൈസയുടെ എക്സ്പെൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? എന്താണ് ഇത് ചെയ്യാൻ നിങ്ങളെ ഇപ്പൊ ഈ കേൾക്കുന്ന സ്ഥലത്തുനിന്ന് ഇത് ചെയ്യാനായിട്ട് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന കാര്യം എന്തായാലും എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? എന്റെ ചിന്തകൾ, അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ പെങ്ങള്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ കുട്ടികള്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തും? മറ്റേതെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള നിങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളെ ഇത് ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തും? ഏതെങ്കിലും ഒരാൾ മാത്രമേ നിങ്ങളെ തടസ്സപ്പെടുത്ത ആളുടെ പേര് എഴുതാവൂ. ഇത് ചെയ്യാനായിട്ട് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരാളുടെ പേര് എഴുതാവും. ആളുടെ പേര് തന്നെ എടുത്തോ. വീട്ടിലെ സാഹചര്യം തടസ്സപ്പെടുത്തും. റെഡിയാണ്. എന്താണ് ഈ വീട്ടിലെ സാഹചര്യം തടസ്സപ്പെടുന്നത്? ഡ്രൈവിങ്ങിന് പോവാനുണ്ട്, 1 മാസം കഴിഞ്ഞു. ഉറക്കം തടസ്സപ്പെടുത്തും. ഓക്കെ, റൈറ്റ്. മടി തടസ്സപ്പെടുത്തും, മൈൻഡ് തടസ്സപ്പെടുത്തും. ഓക്കെ, വരട്ടെ. ഇതെല്ലാം എവിടെയാണ്? ആർക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത്? എനിക്കാണ്. തടസ്സപ്പെടുത്തുന്ന ആരാണ്? ഞാൻ തന്നെ, അല്ലേ? മാറേണ്ടത് ഞാൻ, തടസ്സപ്പെടുത്തുന്നു ഞാൻ. നടക്കാൻ തെരുവ് നായ്ക്കളുടെ പേടി. എന്തിനാ തെരുവിലേക്ക് ഇറങ്ങുന്നത്? മുറ്റത്ത് നടന്നുകൂടെ? നിങ്ങൾ എന്തിനാ തെരുവിലേക്ക് നടക്കണേ? വയസ്സായ അച്ഛനുണ്ട്, കുട്ടികളെ പോലെയാണ്. ഓക്കെ, 24 മണിക്കൂറും ഈ വയസ്സായ അച്ഛന്റെ കൂടെയാണോ? നോക്കൂ, അത് തന്നെ അനിത പറഞ്ഞു. മനസ്സുണ്ടായാൽ മാർഗം താനേ വന്നുകൊള്ളും. യാതൊരു ഡൗട്ടും ഇല്ല. മനസ്സില്ലാത്തത് മാത്രമാണ് വിഷയം. അതുകൊണ്ട് മനസ്സില്ലാത്തവരോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, നിങ്ങൾ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ ചിലപ്പോൾ നന്നായി പോവും, അത് നല്ലതിനല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത്, നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. നിങ്ങൾ മാറരുത്. മനസ്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ശ്രമിക്കണം. എന്തിനാ വെറുതെ മാറ്റം ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കണമെങ്കിൽ മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം സാധ്യം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒരാൾക്കും സാധ്യമില്ലാത്തതില്ല. നടക്കാൻ പോകുന്ന പട്ടികളുണ്ടെങ്കിൽ പട്ടികളുടെ അടുത്ത് പോകണ്ട. വേറെ എത്ര സ്ഥലമുണ്ട്? നിങ്ങൾ നടക്കാൻ പോകുന്നു, നിങ്ങൾ റൂമിനകത്ത് നടന്നാലും മതിയല്ലോ, നടക്കല്ലേ വേണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ തടസ്സം കണ്ടെത്താനാണെങ്കിൽ 100 എണ്ണം നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്താ കണ്ടെത്താൻ പറ്റാത്തത്? ഈ പറഞ്ഞതിൽ ഞാൻ പറയട്ടെ, തടസ്സം പറയട്ടെ. രാവിലെ എഴുന്നേക്കാം. ഓക്കെ, രാവിലെ ഞാൻ എഴുന്നേക്കും സാറ്, തടസ്സമൊന്നുമില്ല. ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിൽ ഗ്യാസ് കത്തിക്കാൻ നല്ല സമയം വേണം. അതുകൊണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല. തടസ്സം നമ്പർ 1. രണ്ടാമത്തത്, സാറ് നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞു. നാരങ്ങയ്ക്ക് എന്താ വില? തടസ്സം നമ്പർ 2. അതുകൊണ്ട് അത് 2. അപ്പൊ അവിടെ 2 റൈറ്റോ. മൂന്നാമത്തെ കാര്യം, സാറ് മോട്ടിവേഷൻ കേൾക്കാൻ തുടങ്ങി. മോട്ടിവേഷൻ കേൾക്കണമെങ്കിൽ ഫോൺ എടുക്കണം. ഫോൺ എടുത്ത് മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ഭർത്താവ് ചൂടാവും. ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയും. ഭർത്താവ് ഉറങ്ങുന്ന സമയമാണ്, പറ്റൂല സാർ. 3. നാലാമത്തെ കാര്യം, വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാറേ, റൂമിൽ ലൈറ്റ് ഇടാൻ പറ്റില്ല. ലൈറ്റ് ഇട്ടാൽ മറ്റുള്ളവർ വഴക്ക് പറയും ആ സമയത്ത്. അതുകൊണ്ട് വായിക്കാൻ പറ്റില്ല. പിന്നെ 3ാമത്തെ കാര്യം, പിന്നെയുണ്ട്, വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാറേ, പുസ്തകം മേടിക്കാൻ കാശില്ല. ഇനി അത് കഴിഞ്ഞു, എഴുതാൻ പോകണം. എഴുതണമെന്ന് ആഗ്രഹമുണ്ട് സാറേ, പെണ്ണ് കയ്യിലില്ല. ഇതേ ഇങ്ങനെ എടുത്താൽ എത്ര കാര്യങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലേ? എത്രയോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞത് അച്ഛനുണ്ട് സാർ, അച്ഛനുണ്ട് വീട്ടിൽ, അത് കുട്ടിയെ പോലെയാണ്. അതുകൊണ്ട് അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലേ? ലളിതമാണ്. ഇത്രയും
പിന്നെ മടിയുണ്ട് സാർ, അതുകൊണ്ട് പറ്റില്ല. മടിയുണ്ട്, അംഗീകരിക്കുന്നു, മടിയുണ്ട്. ആർക്കാ മടിയില്ലാത്തത്? ഞാൻ മടിയുടെ ഉസ്താദാണ്. ആർക്കാ മടിയില്ല? ആർക്കാ ഉറക്കമില്ലാത്തത്? ആർക്കാ ഇല്ലാത്തത്? വായിക്കാറില്ല, ബാക്കിയെല്ലാം ചെയ്യാറുണ്ട്. നീ വായിക്കും, ഓക്കെ. അപ്പോ ആത്മാർത്ഥമായി നമ്മൾ മാറണമെന്ന് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടോന്നും ഞാൻ വലിയ സബ്ജക്റ്റോ കോട്ടും ഒന്നും പറയുന്നില്ല. ഇതിന്റെ ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഇവിടെ വിശദമായി പറയുന്നില്ല. വളരെ ലളിതമായ ഒരു കാര്യം മാത്രം പറഞ്ഞു. ഒന്ന്, നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിച്ച് നമ്മളൊരു 10-15 മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഫീസൊന്നും കൊടുത്ത് മെഡിറ്റേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. അത് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, വരണം കേട്ടോ, എന്നാലേ എനിക്ക് ഫീസ് കിട്ടും, അത് വേറെ കാര്യം. അല്ലാതെ നിന്റെ ആവശ്യം ഉണ്ടെന്നില്ല, നിങ്ങൾക്ക് പറ്റുമോ ചെയ്യുക. 10-15 മിനിറ്റ് നേരം ഒരു ആവശ്യമില്ല, ക്വയറ്റ് ആയിട്ടൊരു സ്ഥലത്തിരിക്കുക. ഇത് പറ്റാത്തവരാരും ഒരാളുമില്ല. രണ്ടാമത്തെ കാര്യം, അതിലത്ത് എല്ലാം എളുപ്പത്തിൽ സംഭവിക്കുന്നു അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ഗുണം എന്നറിയും. ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വിഷയം എന്താണ്? ആങ്സൈറ്റിയാണ്, സ്ട്രെസ്സാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഫോക്കസ് ഇല്ലായ്മയാണ്. ഒരു പണി ചെയ്യുമ്പോൾ മറ്റു പണി ചെയ്യുന്നതും, മറ്റു പണി ചെയ്യുമ്പോൾ മറ്റേ ചെയ്യുന്നതും, ഇതാണ് നമുക്കുള്ളത്. ഇതെല്ലാം ഈ ഒറ്റ പരിപാടിയിൽ നടക്കും. 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കൂ, 5 മിനിറ്റ് ശ്രമിച്ചു നോക്കൂ, അപ്പോഴറിയാൻ മാറ്റം. ഇത്രയും റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്. ഇനി ഇതിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, നമ്മുടെ ഒരു ഹെൽപ്പ്, ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഹെൽപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, ഹാപ്പിനെസ് മാസ്റ്ററി ഹെൽപ്പ് വേണം. അതിരാവിലെ നമ്മുടെ ഒരു ഹെൽപ്പ് വേണം സാറേ. ഹെൽപ്പ് വെച്ചാൽ ഞാൻ രാവിലെ എടുത്ത് കോഴ്സൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, ക്ലാസ് പഠിപ്പിക്കാനൊന്നും പറ്റില്ല, എനിക്ക് എന്റെ പണികൾ ഉണ്ടല്ലോ. ഹെൽപ്പ് വേണമെന്ന് പറയുന്നവരോട് പറയാം, അത് നമുക്ക് മാത്രം കേട്ടോ. വേണമെന്ന്, ഒറ്റയ്ക്ക് പറ്റുന്നില്ല, വേണമെന്ന് മാത്രം മാർഗിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു കാര്യം, ഇതെല്ലാം ഞാൻ സിസ്റ്റമാറ്റിക്കായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത്ര ഓട്ടോമാറ്റിക് നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് കൃത്യമായിട്ട് റിമൈൻഡർ പോലെ നിങ്ങളുടെ ഫോണിലേക്ക് വരുത്താനേ പറ്റുള്ളൂ. കാരണം ഫോൺ എടുക്കുന്ന ആ ഒരു വിഷയം മാത്രം ആ സമയത്ത് ഫോൺ വെക്കുക, ഫോൺ എടുക്കുക എന്നത് വരെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തരാം വാട്സപ്പിൽ വേണ്ടിയിട്ട്, മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇതിന് നിങ്ങൾക്ക് അത് കൃത്യമായി മോണിറ്റർ ചെയ്യാനും എത്ര പേര് എത്ര സമയത്ത് ചെയ്തു എന്നൊക്കെ മോട്ടിവേഷൻ വോയിസ് അടക്കം, മോട്ടിവേഷൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രാവിലെ ഒരു മോട്ടിവേഷൻ വോയിസും ഒരു മോട്ടിവേഷൻ കോട്ടും അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മൾ നോർമലി മെഡിറ്റേഷൻ ഉണ്ട് 5:30 മണിക്കാണ്. അപ്പൊ 5 മണിക്കായിരിക്കും മറ്റത് വരിക. 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ 5:30 മണിക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാൻ പോയിക്കൊള്ളുക. ഇപ്പൊ ഒരു മണിക്കൂർ കൂടുതൽ സമയം എടുക്കണം. അഫർമേഷൻസ് അല്ലെങ്കിൽ ആ സമയത്ത് ടു ഡു ലിസ്റ്റ് ഇതൊക്കെ വാട്സപ്പിൽ ഒരു കൃത്യമായി മെഡിറ്റേഷൻ നിങ്ങൾ മറ്റേ വരിക. അത് മെഡിറ്റേഷൻ എനിക്ക് അവിടെ തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ചെയ്താൽ മതി. കൃത്യമായ ഒരു കോഴ്സ് 105 ദിവസം നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ ഉണ്ടാക്കി തരാം. വീണ്ടും പറയുന്നു, വേണ്ടവർക്ക് മാത്രം. വെറുതെ അവിടെ കയറി വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് 2 ദിവസം ചെയ്തിട്ട് വിട്ടുപോകുന്നവര് ഫൈൻ അടക്കേണ്ടി വരും. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കി തരാം. 4 മണിക്ക് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിവിടെ 2:30 മണിക്ക് എഴുന്നേക്കണം. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? നിങ്ങൾക്ക് 4 മണിക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നോക്കാം. 4 മണി 4 ഓക്കെ, അതിനും വഴിയുണ്ട്. 4 മണിക്ക് എഴുന്നേക്കാൻ തയ്യാറായവർ എത്ര പേരുണ്ട്? എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാല് ഉറക്കം 11 മണിക്കൊക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ 4 മണി എനിക്കൊന്ന് നമ്മളെ സംബന്ധിച്ച് ലളിതമായിരിക്കും. അത് ചെയ്യുന്നവർക്കും എന്റെ ആഗ്രഹമാണ് 4 AM ക്ലബ്ബ്. 4 മണിക്കുള്ള ഒരു എഴുന്നേക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അതുകൊണ്ടാണ് 4 AM ക്ലബ്ബ്. ഞാൻ റോബിൻ ശർമ്മയുടെ നേരത്തെ പറഞ്ഞു 5 AM ക്ലബ്ബ് ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് 5 AM ലേറ്റ് ആയിപ്പോയി, 4 AM ആവണമെന്നാണ്. അങ്ങനെയാണ് ഈ 4 AM ക്ലബ്ബ് നാട്ടിൽ തുടങ്ങിയ സമയത്ത് ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തത്. 4 AM ആണ് ശരിക്കും ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് 4 മണിക്കാണ്. അപ്പോ ഈ 9:10 എന്താ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ഒരു ചെറിയൊരു ഫീസ് മാത്രം, 105 ദിവസത്തേക്ക് ഒരു ചെറിയൊരു ഫീസ്. കാരണം അതില്ലാതെ നിങ്ങൾ ചെയ്യരുത് പറഞ്ഞില്ലേ. ചെറിയൊരു ഫീസ് നിങ്ങൾ അടക്കാൻ തയ്യാറായാൽ മാത്രം മതി. എത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാം. ഈ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും ജോയിൻ ചെയ്യാം. അതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിനകത്ത് ജോയിൻ ചെയ്യുക. എന്നിട്ട് അഡ്മിനോട് പറയുക നമ്മുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് ആ ചെറിയൊരു എമൗണ്ട് അയക്കുക. നിങ്ങൾ ജോയിൻ ചെയ്യുക. നാളെ വേണമെങ്കിൽ നാളെ മുതൽ തുടങ്ങാം. 4 മണി വേണോ 5 മണി വേണോ എന്ന് ജോയിൻ ചെയ്തവരോട് സംസാരിച്ചാൽ മതിയല്ലോ, മറ്റുള്ളവർ വേണ്ടല്ലോ. ജോയിൻ ചെയ്യുന്നവർക്ക് 4 ആകാം 5 മണി മതി. എത്ര രൂപ? 105 ദിവസം കണ്ടിന്യൂസ് ഉണ്ടാവും. ഇടയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജോയിൻ ചെയ്ത ബാച്ച് പിന്നെ ഇടയിൽ ഓരോ ആളും ചെയ്താൽ 105 ദിവസം കിട്ടില്ല.
അപ്പൊ 105 ദിവസം അൺകോംപ്രമൈസബിൾ ആയിരിക്കണം. ഒരു ദിവസം കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ഒരു റുട്ടീൻ മാത്രമേ ഉള്ളൂ ഈ 1 മണിക്കൂറുള്ളത്. അത് ഒരു ദിവസവും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം കോംപ്രമൈസ് ചെയ്താൽ അന്ന് അവർക്ക് പേയ്മെന്റ് ഇതൊന്നുമില്ല കേട്ടോ, പൈസയൊന്നും ഫൈനൊന്നും അടിപ്പിക്കില്ല, അവർക്ക് ഇമ്പോസിഷൻ ആയിരിക്കും. അതേ സാധനം 3 പ്രാവശ്യമൊക്കെ ചെയ്യിപ്പിക്കും. അത് മോണിറ്റർ ചെയ്യാൻ 3 അഡ്മിന്മാരും ഉണ്ടാവും, 3 ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ. അവർ പറയുന്നത് ചെയ്യണം. ഞാൻ എല്ലാ ദിവസവും ആരൊക്കെ ചെയ്തു നോക്കുകയും ചെയ്യും. അറ്റൻഡൻസ് പോലെ ഉണ്ടാവും. എത്ര രൂപ പേ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. എന്നിട്ട് ഏറ്റവും ലളിതമായൊരു തുക, വലിയ തുകയൊന്നും ആരും ഞാൻ പറയുന്നില്ല. 105 ദിവസം എപ്പോഴാണ് തുടങ്ങുന്നത്? UK ടൈം മാറ്റിക്കോളൂ ക്ഷമം. ഇന്ത്യൻ സമയം 4 മണിയോ, 4 മണിക്ക് പറ്റുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ 4 മണിക്കാണെങ്കിൽ 4 മണിക്ക് റെഡിയാണ്. 5 മണിയാണ് ഏറ്റവും നല്ലത്. 4 മണിയൊക്കെ നിങ്ങൾക്ക് ഭാരം കൂടും കേട്ടോ. കാരണം 4 മണിക്ക് ഉണ്ടാവുന്നു. പക്ഷെ എല്ലാവർക്കും ഫസ്റ്റ് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് വീക്ക് വേണമെങ്കിൽ അങ്ങനെ 5 മണിക്ക് നോക്കാം, പിന്നെ 4 മണിക്ക് നോക്കാം എഴുന്നേക്കുന്നുണ്ടെങ്കിൽ. ഭയങ്കര പ്രസരിപ്പാവും. UK സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. 101 രൂപ, 151 രൂപ, 555 രൂപ, 105 രൂപ, 105 രൂപ, 4 to 5. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. 4 മണി 1011 നല്ല എമൗണ്ട്, അത്രയൊന്നും വേണ്ട. ഇതിനകത്ത് അങ്ങനെ വലിയ എമൗണ്ടിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇതൊരു കോഴ്സായിട്ടും അല്ല കേട്ടോ. ഇത് നിങ്ങൾ സ്വന്തം ഇങ്ങനെ ആവാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് മാത്രമാണ്. ഇതൊരു കോഴ്സായിട്ടൊന്നും അല്ല. 5 മണിക്കാക്കാം. 5 മണി തന്നെ മതി. നാട്ടിൽ 5 മണി. 5 മണി വന്നാൽ 5:30 മണിക്ക്, അരമണിക്കൂർ നിങ്ങളത് കഴിയും. 5:30 മണിക്ക് നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 5 മണിക്ക് വന്നു. 5 മണിക്ക് ഇപ്പൊ പറഞ്ഞ ആൾക്കാരെല്ലാം 15 ദിവസം, ഞാൻ കൃത്യമായി പറയുന്നു, 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറയും സാറേ ടൈം ഒന്ന് 4 മണിയാക്കി തരുമെന്ന് നിങ്ങൾ പറയും. ഇതേ ഇവിടെ വന്ന് ഇരുന്നിട്ട് നിങ്ങൾ പറയും സാറേ ഇപ്പോൾ 5 മണിയുള്ളത് ഒന്ന് 4 മണിയാക്കിയാൽ നല്ല രസമായിരിക്കും എന്ന് പറയും. ഇതാണ് ഇതിന്റെ ടെക്നിക്ക്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4 മണി തൊട്ട് നോർമലി നിങ്ങൾ എഴുന്നേക്കുന്നത് ഇപ്പൊ 6 മണിയാണെങ്കിൽ നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നതെന്നറിയോ? അതിനാണ് മിറാക്കിൾ അവേഴ്സ് എന്ന് പറയുന്നത്. 2 മണിക്കൂർ നേരം മോസ്റ്റ് പ്രൊഡക്റ്റീവ് 2 മണിക്കൂർ, അമേസിങ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന 2 മണിക്കൂർ. ജീവിതം മാറുന്ന അവിടെയാണ്. ആ 2 മണിക്കൂർ മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറാനായിട്ട്. ഇപ്പോൾ ഉള്ള അവസ്ഥ മുഴുവൻ അവിടെ പോകും. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഇതെല്ലാം മാറി അവിടുന്ന് മാറി. അത്രയും ഇതുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് എത്ര രൂപ ഫീസ് വെക്കാം? 100 രൂപ. 105 ദിവസത്തേക്ക് 100 രൂപ. ഒരു ദിവസം 1 രൂപയല്ലേ ആവുള്ളൂ. 1 രൂപ പോലും ആവില്ല. ഡാറ്റക്ക് മതിയാവും 1 രൂപ നിങ്ങളുടെ ഡാറ്റക്ക്. ഓക്കെ, വേണ്ടവരെല്ലാം ജോയിൻ ചെയ്തോളൂ. ആദ്യം ഒരു കാര്യം ചെയ്യാം, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് കുറെ ആളെല്ലാം ചാടി കയറും. പിന്നെ നാളെ മുതൽ രാവിലെ എണീക്കുമ്പോൾ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല എന്ന് ചോദിക്കും. പക്ഷെ വീണ്ടും പറയുന്നു, കൃത്യമായി എഴുന്നേക്കുന്നവർക്ക് ഇത് വളരെ ലളിതമായ കാര്യമാണ്. എല്ലാവരെ കൊണ്ട് സാധിക്കും. എഴുന്നേക്കാൻ പറ്റാത്തവര് എഴുന്നേറ്റിരിക്കണം. കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാനാണ്. വെറും 555 രൂപ നിങ്ങൾ പേ ചെയ്താൽ മാത്രം മതി. 555. അത് ഒരു മാജിക് നമ്പർ ആയതുകൊണ്ടാണ് 550, അല്ലെങ്കിൽ 501 എന്ന് പറഞ്ഞതിനെ. അത് നമുക്കൊരു മാജിക് നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് 555 പറഞ്ഞത്. മറ്റൊന്നും അതിലൊന്നും കൂടെ 105 ദിവസം. അത് പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് കൊണ്ട് ജീവിതകാലം പോവാം, ഒരു കുഴപ്പമില്ല. 105 ദിവസം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട, അയ്യോ സാറ് സ്ട്രിക്റ്റ് ആക്കണം, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു സ്ട്രിക്ട്നെസ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാനേ പാടില്ല. ഫ്ലെക്സിബിൾ ഇല്ലാത്ത ഒരു ലൈഫ് ഉണ്ടാവാറേ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തും എടുക്കരുത്. ഇതെടുത്ത് ഉണ്ടാവുക. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടക്ക് എന്ന് ജോയിൻ ആദ്യത്തെ ആളായിരുന്നു നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആൾ ആരായിരിക്കും നോക്കട്ടെ. അയാളുടെ ഐശ്വര്യം പോലെ ഇരിക്കും ബാക്കിയെല്ലാം. അപ്പൊ ഐശ്വര്യമുണ്ട്, എനിക്ക് ഐശ്വര്യമുണ്ട് തീരുമാനിക്കുന്ന ഫോൺ എടുത്തോളൂ. ആദ്യത്തെ അടിച്ചു. അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് ഇത് ഞാൻ മറ്റൊരു രൂപത്തിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് പറയുന്നത്. ഇത് നിങ്ങളെ മാറ്റാനുള്ള ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആൾ വാട്സ്ആപ്പ് ഗൂഗിൾ പേ നമ്പർ ഇവിടെ അയച്ചു തരാം. ഫസ്റ്റ് താരാ വരുന്നത് നോക്കട്ടെ. ന്യായാവുന്നല്ല, അവിടെ പേയ്മെന്റ് അതിനകത്ത് വന്നാലേ ഫസ്റ്റ് ആവുള്ളൂ. ഗൂഗിൾ പേ ഫസ്റ്റ് അടിക്കുന്നതാണ് ഇതാവുന്നത്. ഞാൻ ഇത്രയും സീരിയസ്, ഇതിനേക്കാളൊക്കെ രസമായിരിക്കും ആ ക്ലാസ്, ആ രാവിലത്തെ സമയം കേട്ടോ. വളരെ രസമുള്ളതായിരിക്കും. മോട്ടിവേഷൻ നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയായിരിക്കും രാവിലെ. ഇതിപ്പോ വൈകുന്നേരത്തെ ക്ലാസ് അല്ല, ഇത്രയും മണിക്കൂറൊന്നും 5 മിനിറ്റ് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. 5-6 മിനിറ്റിനകത്തായിരിക്കും. ഓക്കെ, രജനി വന്നു അല്ലേ? ഫസ്റ്റ് രജനിയാണ്. ആരാ ഫസ്റ്റ് വെച്ച് തരാം? രജനിയോ? മനോഷ,
ഷാഹ, മനോജ് ഷാഹ. ഓക്കെ. അപ്പൊ രജനിയാണ് ഫസ്റ്റ്. എന്റെ ഗൂഗിൾ പേയിൽ വന്നിട്ടില്ല കേട്ടോ, അവിടേക്കാ വന്നതെന്ന് തോന്നുന്നു. ഏതായാലും കുഴപ്പമില്ല, നമ്പർ ഇവിടെ വന്നില്ല. അനിത വന്നോ? അല്ല, അത് വേണ്ടിട്ടാണ്. ഓക്കെ, ബാക്കി അയച്ചോളൂ. നിങ്ങൾ എത്ര പേരാണുള്ളതെന്ന് വെച്ചാൽ അയച്ചോളൂ. ഫസ്റ്റ് വന്ന ആളെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കണേ പ്രസീത, നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇട്ട്. ഓക്കെ, ശരി. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് ലളിതമായ കാര്യമാണ്. ഇങ്ങനെ നടക്കാൻ പോകാൻ പ്രയാസമുള്ളവർക്കല്ലേ, നടക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഒന്ന് പറയാമോ? സാർ നടക്കാൻ പറ്റില്ല, ഒരാള് എനിക്ക് പറയാം, നടക്കാൻ പറ്റാത്ത ഒരാള് ഇങ്ങനെയൊക്കെ പറയരുത് മല്ലികേട്ടോ, നടക്കാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയണം. ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ സ്ട്രീറ്റിലൂടെ പോയി നടക്കണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ, നടക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് നടക്കാൻ പറ്റാത്തവരാരും ഉണ്ടാവും. നടക്കാൻ പറ്റാത്ത ആൾക്കാരോട് ഞാൻ ഒരു കാര്യം, നിങ്ങൾ ത്രെഡ്മില്ലിൽ നടക്കാറുണ്ടോ? എന്തിനാ നിങ്ങൾ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത്? നിങ്ങൾ റൂമിൽ നടക്കാമല്ലോ. റൂമിൽ നടക്കാവുന്ന വഴി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ തന്നെ നടക്കാം. ഇതിനൊന്നും ഒരുപാട് ടെക്നോളജി ഒന്നും വേണ്ട, നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മതി. വീട്ടിനുള്ളിൽ നീളത്ത് നടക്കണ്ട, നിന്നെടുത്ത് തന്നെ കാലുകൊണ്ട് നടക്കാൻ പറ്റും. ഇനി അതിനൊരു ഐഡിയ വേണോ? പിന്നെ ഇങ്ങനെ ഈ ത്രെഡ്മില്ല് നടക്കുന്ന പോലെ നടക്കാനുള്ള ഐഡിയ വേണോ? അതുകൊണ്ട് ഒരു 4 ഡ്രോപ്പ് എണ്ണ എടുത്തിട്ട് ആ ടൈൽസിലങ്ങ് ഇടുക, എന്നിട്ട് നടക്കുക. അതിങ്ങനെ സ്ലിപ്പായി പോകുന്ന കാണാം. ഇത്രയും ലളിതമാണ് ഈ സാധനം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കോംപ്ലിക്കേറ്റഡ് പരിപാടി നല്ലത്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഒരു ചുമരിന്റെ സൈഡ് കൈ പിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ പിടിക്കുക, കുറച്ച് എണ്ണ നിലത്ത് ഒഴിക്കുക, ടൈൽസ് ഒഴിക്കുക, വെറുതെ വഴുതുന്നതാണ്. ത്രെഡ് മില്ലിനേക്കാളൊക്കെ ബലാണ്. അപ്പോൾ ഉണ്ടല്ലോ മുട്ടിനൊക്കെ നല്ല സ്ട്രോങ് വരും. കാരണം വീണ പാടാവും പറഞ്ഞിട്ട് നന്നായിട്ട് ശ്രദ്ധയോടെ ചെയ്യും. അപ്പൊ വേറെ ചിന്തകളൊന്നും വരില്ല, ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കും. അല്ലെ? ത്രെഡ് മില്ലിലൊക്കെ കയറി കഴിഞ്ഞാൽ അത്രയും ഫോക്കസ് കിട്ടില്ല, അപ്പോഴും വേറെ ശ്രദ്ധ പോകും. ഞാനിത് തമാശ രൂപേണ പറഞ്ഞെങ്കിലും നമുക്ക് അങ്ങനെ ഏതൊരു കാര്യത്തിനും വഴികളുണ്ട്. എന്ത് കാര്യമുണ്ടോ വഴികളുണ്ടാ, ഇല്ലാത്ത കാര്യമില്ല. യെസ് മാം, ജോയിൻ ചെയ്തോ രാധമ്മ, ജോയിൻ ചെയ്തോ. എല്ലാത്തിനും ഉണ്ട്. നമുക്ക് പറ്റാത്തതായി ഈ ലോകത്ത് ഒന്നും ഇല്ലെന്നേ. നിങ്ങൾക്ക് ചന്ദ്രനിൽ പോണോ, അല്ലെങ്കിൽ സൂര്യനിൽ പോണോ? പോസിബിൾ ആണ്. പറ്റാത്ത കാര്യമേ അല്ലത്. നിങ്ങൾ ദൈവത്തെ കാണണോ? എത്ര പേർക്ക് ദൈവത്തെ കാണണം ഇവിടെ? എത്ര പേർക്ക് ദൈവത്തെ കാണണം എന്ന് ആഗ്രഹമുണ്ട്? പോസിബിൾ ആണ്. പറ്റാത്തതൊന്നും ഇവിടെ ഇല്ല. യെസ്, എല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ തമാശയല്ല. ഇത് പോസിബിൾ അല്ലാത്തതൊന്നുമില്ല. നിങ്ങൾക്ക് സൂര്യനിൽ പോകണോ? പറ്റും. ചന്ദ്രനിൽ പോകണോ? പറ്റും. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം പ്രപഞ്ചത്തോട് പറഞ്ഞ് അടുക്കളയിൽ പണികൾ ചെയ്യണം. മതി, അടുക്കളയിൽ ചെയ്തോ. അടുക്കളയാണല്ലോ നമ്മുടെ ജീവിതം. അവിടെ തന്നെ നിൽക്കണേ. പണ്ട് BT ഭരതപ്പാടിന്റെ ആ പുസ്തകം ഒന്ന് എടുത്ത് വായിക്കുക, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അവസാനം അരങ്ങത്തേക്ക് വരുമ്പോഴായിരിക്കും കഥ അറിയുക. ഇതൊക്കെ ഒരു മുട്ടാപ്പോക്കാണ്. ഈ അടുക്കളയിൽ ഞാൻ ചെയ്യുന്നു, അതിൽ എന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അടുക്കളയൊക്കെ എല്ലാവർക്കും അറിയുന്നു. 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തെ പണി 1 മണിക്കൂർ എടുത്തോ. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അടുക്കളയിൽ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അതിനേക്കാളും ഹാർഡായിട്ട്, അതിനേക്കാളും സമയമെടുത്ത് വേണം ഈ സാധനം അകത്താക്കുന്നത്. അപ്പൊ അയാളുടെ കഷ്ടം ആരോട് പറയും? അയാളും ഇല്ലേ പണിയെടുക്കുന്ന പോലെ തന്നെ ഈ വെട്ടി വിഴുങ്ങാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു എടുത്തല്ലോ. അപ്പൊ ആലോചിച്ചോക്കട്ടെ, അതെന്താ നമ്മൾ അത് പറയാത്തത്? നമ്മൾ ആരും പറയണ്ടോ 1/2 മണിക്കൂർ നേരം ഞാൻ കഴിക്കാൻ ഉപയോഗിക്കുന്നു? അത് പ്രയാസമുള്ള സംഭവമല്ലേ? വായിലിടണം, ചവക്കണം, പിന്നെ അത് ശ്രദ്ധിക്കണം. മീനൊക്കെ കഴിക്കുന്നത് മുള്ളെടുത്ത് മാറ്റണം. അവിയലാണെങ്കിൽ അത് വേണ്ടാത്ത സ്ഥാനത്ത് എടുത്ത് മാറ്റണം. കടലക്കറി മറ്റു കറിയാണ് വെച്ച് കറിവേപ്പിലിന് എടുത്ത് മാറ്റണം. എത്ര പണിയാണ്, എത്ര ശ്രദ്ധാപൂർവം വേണം ഈ കാര്യം ചെയ്യാനായിട്ട്. ചോറ് എടുക്കുകയാണെങ്കിൽ കറി എടുത്ത് ഒഴിക്കണം, എന്നിട്ട് അതിന് കുഴക്കണം, എന്നിട്ട് അത് കൃത്യമായി കയ്യിൽ എടുക്കണം, എന്നിട്ട് അകത്തോട്ടിടണം. പണിയാണിതൊക്കെ. ഏതിനാ പണിയില്ലാത്തത്? അപ്പൊ അത് വേണ്ട. ആവശ്യമുള്ളതിന് ശ്രദ്ധിക്കും, മറ്റതിലേക്ക് നമ്മൾ കംപ്ലൈന്റ് മോഡിൽ പോയി. ഇതാണ് ആദ്യം നിർത്തേണ്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് കാര്യം പറയും, ഏതൊരു വിഷയം പറഞ്ഞോ അതിന്റെ പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞുതരാം. എല്ലാം പോസിറ്റീവ് അല്ല. നിങ്ങൾ ഏതൊരു വിഷയം പഠിച്ചോ അതിന്റെ മുഴുവൻ നെഗറ്റീവ് വേണോ അതും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഏതാ നമുക്ക് ആവശ്യം? പോസിറ്റീവ് അല്ലേ വേണ്ടു. പിന്നെന്തിനാണ് മറ്റേതിനെ പറ്റി ആലോചിക്കുന്നത്? അല്ലേ? നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റാത്ത മനുഷ്യനുണ്ടോ? ഇല്ല. നിങ്ങൾ ശരിക്കും പെണ്ണുങ്ങൾക്ക് നടക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ ദൂരം, ഞങ്ങൾ കഥ തന്നെയുണ്ട്, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ദൂരം നടക്കുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൈപൊക്കി പറയാം, ധൈര്യപൂർവ്വം നിങ്ങൾ തന്നെയാണ്. കാരണം എന്താ അറിയോ? നിങ്ങൾ ഒരു കിച്ചണിൽ
കിച്ചണിൽ നിന്ന് ബെഡ്റൂമിൽ നിന്നും ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക്, കിച്ചണിൽ നിന്ന് ഹാളിലേക്കും ഹാളിൽ നിന്ന് ബെഡ്റൂമിലേക്കും അടുക്കളയിൽ നിന്നും പിന്നെ സാധനം കൊണ്ടുവെക്കാനും കൂടിയിട്ട് മിനിമം ഒരു ദിവസം 2.5 കിലോമീറ്റർ നടക്കണ്ടാവും മിനിമം. ഇത് എന്തിനാണ് ഇത്രയും സമയം കിച്ചണിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസം എന്റെ വൈഫ് വന്നിട്ട് വാച്ച് എടുത്ത് കാണിക്കും, നോക്കൂ ഇന്നത്തെ ഫുള്ളാണ് എന്റെ ടാർഗറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എവിടെ പോയി? ഞാൻ ഇത്രയൊക്കെ നടന്നു വന്നപ്പോ നീ എവിടെ പോയത്? എന്റെ കൂടെ നടക്കാൻ വരാത്ത ദിവസം ഞങ്ങൾ ചലഞ്ച് ചെയ്യും. ഫുള്ള് ഇന്ന് അവള് ഫുള്ള് റെഡാണ്, ഫുൾ കംപ്ലീറ്റഡ് ടാസ്ക്. എന്റെ കംപ്ലീറ്റ് ആയിട്ടാണ്. ഞാൻ 2 കിലോമീറ്റർ നടക്കാൻ 10-20 മിനിറ്റ് നടന്നിട്ട് വന്നിട്ടുണ്ടാവും, അവള് റൈറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഒന്നുമില്ല, ഞാൻ അടുക്കളയിൽ നിന്ന് റൂമിൽ, ഈ ഹാളിലേക്ക്, അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക്, ഇത്രയും ഞങ്ങളെ ഫ്ലാറ്റ് എത്രയല്ലേ ഉള്ളൂ, ഈ ദൂരം നടന്നതാണ്. അപ്പൊ ആകെ ഉണ്ടാക്കിയ 3 നേരത്തെ ഭക്ഷണമായിരിക്കും, പക്ഷെ 3 നേരത്തെ ഭക്ഷണത്തിൽ 300 പ്രാവശ്യം നടന്നിട്ടുണ്ടാവും. ലളിതമായി പറഞ്ഞല്ല, ഇത്രയും പണികൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് നടത്തമല്ല എന്നൊന്നും കരുതണ്ട, അതിനുമുണ്ട്. അപ്പൊ അത് നടത്തം തന്നെയാണ് അത്. പക്ഷെ നടക്കുമ്പോൾ അവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ നടത്തത്തിൽ ശ്രദ്ധയുണ്ടാവില്ല, മറ്റേ നടത്തത്തിൽ ശ്രദ്ധയോടെ ആയിരിക്കും നടക്കുന്നത്. ഇത് രണ്ടും വലിയ വ്യത്യാസമാണ്. നിങ്ങൾ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് നടക്കുമ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനം വീഴരുതേ, ഇത് കൊടുക്കണം, തിന്നണം എന്ന ശ്രദ്ധ മാത്രമായിരിക്കും, നടത്തത്തിലായിരിക്കില്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം അതാണ്. അല്ലെങ്കിൽ കറി എടുത്തിട്ട് ടേബിളിലേക്ക് വരുമ്പോ നിങ്ങൾ ആലോചിക്കുന്ന, അയ്യോ അവിടെ ദോശ ഓർന്നു വെച്ചിട്ടുണ്ട്, അത് കരിയോ എന്തോ, പെട്ടെന്ന് തിരിച്ചെത്തണം, ഈ ശ്രദ്ധയിലാണ് പോകുന്നത്, നടത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നടത്തം തന്നെ വേണമെന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ്. വിഷ്വലൈസേഷൻ നടക്കില്ല അവിടെ, വിഷ്വലൈസേഷൻ മറ്റതിലായിരിക്കും മുഴുവനായിട്ട്. അപ്പോ തമാശ ഓക്കെ. അപ്പോ ഇത് ജോയിൻ ചെയ്യുന്നവരൊക്കെ ജോയിൻ ചെയ്തോളൂ. ഇന്നത്തെ സെഷൻ ഞാൻ വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്റെ ജീവിതത്തെ ഞാൻ മാറ്റിയ കാര്യം. ഇപ്പോൾ എന്റെ ജീവിതത്തിലുള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പുറമേ നിന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ചിന്തകളുണ്ട്, എന്തേ എന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നുള്ളു, ആ ചിന്തകളൊക്കെ മുഴുവൻ പോയി. ഇനിയിപ്പോ ആൾക്കാർ എന്നെ എവിടെ എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു എന്നത് എനിക്കൊരു വിഷയമേ അല്ല. കാരണം എന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും എന്നെ സ്നേഹത്തോടെ കാണുന്നു. എന്നെ സ്നേഹത്തിൽ കുറഞ്ഞ ഒരു കാര്യത്തിലും ഒരാളും കാണുന്നില്ല. ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമേ അല്ല, അത് അവരുടെ കാഴ്ചപ്പാടാണ്. അതിൽ എനിക്ക് എന്തിരിക്കുന്നു? ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്നെ സ്നേഹത്തോടെ കാണുന്നുണ്ടെങ്കിൽ അത് എന്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ എന്നെ ദേഷ്യത്തിലൂടെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരും നമുക്ക് കാണാം. വളരെ കൃത്യമായി നമുക്ക് മുന്നിൽ ഇത് ആയില്ല കേട്ടോ. ഇനി അതിൽ കുറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടെക്നിക്കൽ നിങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഓരോന്നും ജീവിതത്തെ മാറ്റുന്ന ഓരോ സിമ്പിൾ ടെക്നിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇനി പണത്തെ തൽക്കാലം നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ടെക്നിക്കലിനാണ് വെയിറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഞൊടിയിടയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിത രഹസ്യം, നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം ക്ലാസ് ഉടനെ തുടങ്ങും. അത് എന്തുകൊണ്ടാണ് തുടങ്ങാത്ത വെച്ചാൽ നമ്മൾ മീറ്റിംഗ് ഒന്നും വെച്ചിട്ടില്ല. ഇനിയും കുറേ പേര് വരാനുണ്ട്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വേണ്ടവർ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഉടനെ നമുക്ക് അത് തുടങ്ങാം. ഇതുവരെ നേരത്തെ ഒരാൾ സംസാരിക്കുന്നുണ്ട്, ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് ഗ്രൂപ്പായി ക്രിയേറ്റ് ചെയ്ത് വെച്ചേ ഉള്ളൂ. കാരണം വെച്ചാൽ തുടക്കത്തിന് മുമ്പേ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാണ്ട്, ഞാൻ 1-2 കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് അറിയിക്കാനുള്ളത്. കാരണം അത് പെട്ടെന്നുള്ള ജേണി അല്ല, നിങ്ങൾ ഇടയിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ സത്യങ്ങൾ, വലിയ വലിയ അർത്ഥങ്ങളുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോഴ്സ്. വല്ലോണ്ട് മണിക്കൂറുകൾ പഠിപ്പിക്കുന്ന കോഴ്സും അല്ല. മാക്സിമം 5 മിനിറ്റ്, 6 മിനിറ്റ്, 8 മിനിറ്റ് ഒക്കെ ഒരു കാര്യം പറയുള്ളൂ. അതിൽ പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അതിനകത്ത് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയോടെ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് എഡ്യൂക്കേഷൻ പഠിച്ചവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും, വയസ്സായവരുണ്ടാവും, അതുപോലെ തന്നെ നല്ല എന്താ പറയാ വയസ്സ് തന്നെ എല്ലാവർക്കും ആയി, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരം ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്ത് അവരെല്ലാം ഈക്വലായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? നേരത്തെ സംസാരിച്ചില്ലല്ലോ. ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തോ. സംസാരിക്കാനുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. സാറ് ഉഷയാണ്. ഞാൻ ചോദിച്ചോട്ടെ, UK ടൈമാണ് എനിക്കൊരു പ്രശ്നം. നാട്ടിലെ 4 മണിക്കേ ഞാനിവിടെ 12 മണി രാത്രി ഉറങ്ങാം. ഒന്നുറങ്ങി എന്തായാലും ഉറങ്ങണം.
അപ്പൊ ഞാൻ ഇവിടത്തെ 4 മണിക്ക് യെസ്, അതാണ് ഞാൻ അതാണ് ചോദിച്ചേ. കറക്റ്റ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ രാജ്യത്തെ നിങ്ങൾ അവിടെ നേരം, അതായത് സംഭവം ഇങ്ങനെയാണ്, നിങ്ങൾ അവിടെ നേരം വെളുക്കുന്നതിന് അവസാനത്തെ നാഴിക, അതായത് അവിടുത്തെ ബ്രഹ്മമുഹൂർത്തം ഏതാണോ അത് സെറ്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് അതനുസരിച്ച് എഴുന്നേക്കുക. അല്ലാതെ ഇന്ത്യൻ ബ്രഹ്മമുഹൂർത്തം നിങ്ങൾ നോക്കേണ്ടതില്ല. അല്ല, ഞാൻ ഇപ്പോഴാണ് കേട്ടത് സാറിന് രണ്ടാമത്തെ മെഡിറ്റേഷനും 8 മണിക്കുണ്ടെന്നുള്ളത്. ഞാൻ ഈ ആദ്യത്തെ മെഡിറ്റേഷൻ ആണ്, ഒന്നുറങ്ങി ചിലപ്പോ എഴുന്നേറ്റ് വരുമ്പോ ഒന്ന് ഒത്തായി പോകും, ഓടി ഒന്നെങ്കിൽ ഇരിക്കും. പക്ഷെ അപ്പൊ ഈ രണ്ടാമത്തത് 8 മണിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്പൊ ഒത്തിരിയും കൂടെ നേരം വെളുക്കും. 3:30-4 മണി. ഓക്കെ. അപ്പൊ അതിന്റെ ലിങ്ക് ഏതിലായിരിക്കും വരുന്നത് സൂമിന്റെ? അത് നിങ്ങൾ ഇപ്പൊ രാധികയോട് പറഞ്ഞാൽ മതി, അവൾ ചേഞ്ച് ചെയ്യും നിങ്ങളുടെ ഗ്രൂപ്പ്. ഓക്കെ. പ്രസീതയാണ്, പറഞ്ഞേക്കാം. ഓക്കെ. അപ്പോ മറ്റേ ഇത് ഇവിടത്തെ 4 മണിക്ക്, എന്റെ 4 മണിക്ക് ചെയ്യാമെങ്കിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ 4 മണിക്കൊക്കെ നിങ്ങൾ ആ സമയത്ത് അതിന് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർ അത് നിങ്ങളുടെ സമയം നോട്ട് ചെയ്യും. ഓക്കെ. അതുകൊണ്ട് മറ്റേ ആൾക്കാര് വിചാരിക്കുന്നത് ഇവിടെ ഉഷ ചെയ്തെന്നാൽ അതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഫൈൻ ഉണ്ടാവും. അതുകൊണ്ട് ആരും ഇതില്ല. ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാരുടെ പേരുകളൊന്ന് വായിക്കാം സന്തോഷപൂർവ്വം. രാധിക KR, ഡെയിലി PS, ദേവി ദാമോദരൻ, ഗീതാമണി, ലത, പ്രസാദ്, പ്രസന്ന കൊയിലാണ്ടി, സാക്ഷി, ശാന്ത കണ്ണൻ നായർ, ഷീല, സുജാത ബാബുരാജ്, സുരാജ് ഷൈനു, ഉഷ ദാമോദരൻ, അർക്കൽ, വെക്ടർ ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. ഓക്കെ. പിന്നെ ഒരാളെ പേര് നമ്പറേ ഉള്ളൂ, ആള് പേരില്ല. ഇത്രയും ആൾക്കാർ ഇപ്പൊ ജോയിൻ ചെയ്തോ, ബാക്കിയുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നാളെ തന്നെ തുടങ്ങും, ഇന്ന് ലേറ്റ് ഇല്ല, നാളെ തന്നെയാണ് തുടങ്ങുന്നത്. ആരാണ്? ആനന്ദവല്ലി ആഡ് ചെയ്തോളൂ പ്രസീത. അപ്പൊ ആഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 9:25 അയച്ചു. ലതാംബിക പറഞ്ഞല്ലോ പേര് ഞാൻ. ബാക്കിയുള്ളവരെല്ലാം അയച്ചോ. അത് കഴിഞ്ഞിട്ട് രാധികയോട് പറഞ്ഞു, ഇവരോട് അഡ്മിനെ വിളിച്ചു പറഞ്ഞു. അഡ്മിൻ നമ്പർ ഉണ്ടല്ലോ. സുജാത കുമാരി, ഗൂഗിൾ സെർവർ കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ അയച്ചോളൂ കേട്ടോ. നാളെ അല്ലെങ്കിൽ നാളെ തുടങ്ങുന്ന മറ്റന്നാൾ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ ഗ്രൂപ്പിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇന്ന് അയക്കാൻ പറ്റാത്തവര് അവിടെ നോക്കിയിട്ട് നമുക്ക് മറ്റന്നാളേക്ക് ആൾക്കാർ വെക്കാം. 5 മണിയായി. യെസ്, അത് ആ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇടാം. എത്ര മണിക്കാണ് ഇപ്പൊ മറ്റേ മെഡിറ്റേഷൻ സമയമില്ല അല്ലേ? ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. എന്റെ പ്രൈസ് ഇപ്പം പറഞ്ഞതിന്റെ താങ്ക് യു. ഇത്ര നേരം അപ്പൊ ഞാൻ എന്തായിരുന്നു ക്ലാസ് എടുത്തത്? ഇടയ്ക്ക് അടുക്കളയിൽ പോയി. 555 രൂപ അല്ലെ? അതല്ലേ പറഞ്ഞേ? ഞാൻ മറന്നു അല്ലേ? ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. മന്ത്ലി ഒന്നുമില്ല, ഒറ്റ തവണയേ ഉള്ളൂ. 105 ദിവസം ഒറ്റ തവണയേ ഉള്ളൂ കേട്ടോ. ഒറ്റ പേയ്മെന്റ്. ഇതൊരു കോഴ്സ് അല്ല. ഇത് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു ഇത് മാത്രമാണ്. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു യാത്ര പോവുകയൊക്കെ ചെയ്യുമ്പോ അന്നേരം കുഴപ്പമില്ലല്ലോ. ചെയ്യാലോ. മോട്ടിവേഷൻ വീഡിയോ കേൾക്കുക, അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും എഴുതിയിടുക. അതിനെ പറ്റി യാത്രയാണെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? എല്ലാം പറ്റും. അത്യാവശ്യ യാത്രയാണെങ്കിൽ എല്ലാം ഇതെല്ലാം നടക്കുന്നതാണ്. അത്യാവശ്യ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് കണ്ണടച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റാത്തില്ലല്ലോ. വണ്ടിക്കകത്തിരിക്കാം. നടത്തം അത്യാവശ്യം യാത്ര ചെയ്യുമ്പോൾ നടക്കുന്നുണ്ടല്ലോ. നടത്തമുണ്ട്. മോട്ടിവേഷൻ വീഡിയോ കേൾക്കാൻ പറ്റുമല്ലോ. പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ 4 പേര് വായിക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ നിന്ന് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എടുത്ത് വായിക്കാൻ പറ്റുമല്ലോ. ഇനി അല്ല വായിക്കുന്നുണ്ടെങ്കിൽ ആ വായിക്കുന്ന പുസ്തകം കയ്യിൽ കൊണ്ടുപോകാമല്ലോ. യാത്രയിൽ വായിക്കാമല്ലോ. ഇവിടെ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. എല്ലാം നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഒന്നും നടക്കാത്ത വിഷയങ്ങൾ. അതുകൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല ഒന്നും ആരും. ജേണലിൽ ആ സമയത്ത് നമുക്ക്